ചില സ്വപ്നങ്ങൾക്ക് കാലമൊരു തടസ്സമല്ല. വർഷങ്ങൾ എത്ര കടന്നുപോയാലും അവ ചിലരുടെ മനസ്സിൽ കാത്തിരിക്കും, ഒരിക്കൽ പൂർത്തിയാകേണ്ട ഒരു നിമിഷത്തിനായി. നെട്ടൂർ പി ദാമോദരൻ, സ്വാതന്ത്ര്യ സമര സേനാനി, പാർലമെന്റേറിയൻ, സാമൂഹിക പരിഷ്കർത്താവ്, എഴുത്തുകാരൻ, പത്രപ്രവർത്തകൻ. തന്റെ ജീവിതാനുഭവങ്ങളും അറിവുകളും ചിന്തകളും അക്ഷരങ്ങളിലേക്ക് പകർത്തിയ മനുഷ്യൻ. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ പലതും അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തന്നെ വെളിച്ചം കാണേണ്ടതായിരുന്നു. പക്ഷേ ജീവിതം ചില ആഗ്രഹങ്ങളെ പൂർത്തിയാകാതെ ബാക്കി വയ്ക്കും. അങ്ങനെ ഒരിക്കൽ പൂർത്തിയാകാതെ പോയ ഒരു സ്വപ്നത്തിന് വർഷങ്ങൾക്കിപ്പുറം അദ്ദേഹത്തിന്റെ മകൻ പ്രദീപ് നെട്ടൂർ പൂർത്തീകരണം നൽകി. 2026 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിന്റെ പുണ്യദിനത്തിൽ കണ്ണൂരിലെ ജവഹർ ലൈബ്രറി ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ നെട്ടൂർ പി ദാമോദരൻ എഴുതിയ നെട്ടൂറിന്റെ സുചിന്തിത ലേഖനങ്ങൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്യപ്പെട്ടു. പ്രിയമുള്ള വിശിഷ്ട വ്യക്തികളെ, നെട്ടൂർ പി ദാമോദരൻ്റെ ലേഖന സമാഹാരങ്ങളുടെ പ്രകാശന ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. ഈ ചടങ്ങുകളുടെ ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും നിർവഹിക്കുന്നത് കണ്ണൂരിൻ്റെ പ്രിയങ്കരനായ മന്ത്രി ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അവറുകളാണ്. അദ്ദേഹം ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങുകളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് രമണീശ്വരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവമേ സച്ചിദാനന്ദ, ദൈവമേ ഭക്തവത്സല, ദൈവമേ നിൻ കൃപാവരം ഞങ്ങളിൽ ചൊരിയണമേ. സന്മനസ്സു വളർത്തുവാൻ, സൽക്കർമ്മങ്ങൾ ചെയ്തിടുവാൻ ദൈവമേ നിന്റെ സാമീപ്യം എന്തിലും മീതെ നൽകണേ. സ്നേഹപൂർണ്ണമാം ജീവിതം, ത്യാഗപൂർണ്ണമാം സേവനം ലോകനന്മയ്ക്കായി അർപ്പിക്കാൻ ശക്തി നൽകിയിടണം വിഭോ, ശക്തി നൽകിയിടണം വിഭോ. ഈ മന്ത്രിയുടെ സൗകര്യം മാനിച്ച് നമ്മൾ പ്രകാശന ചടങ്ങിലേക്ക് കടക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് സമയത്തിൻ്റെ പബ്ലിഷറും എഡിറ്ററും കേരളത്തിലെ പ്രഗത്ഭനായിട്ടുള്ള ഗാന്ധിയനും വാഗ്മിയുമൊക്കെ ആയിട്ടുള്ള അധ്യാപകനുമൊക്കെ ആയിട്ടുള്ള പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് മാഷാണ്. അദ്ദേഹത്തെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ വളരെ ജനകീയനായ രാഷ്ട്രീയ പ്രവർത്തകൻ, സാംസ്കാരിക മേഖലയിൽ ദീർഘകാലത്തെ സ്വന്തം അടയാളം പതിപ്പിച്ച സാംസ്കാരിക പ്രവർത്തകൻ, കേരള ഫോക്ലോർ അക്കാദമിയുടെ മുൻ സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ സുരേഷ് ബാബു എളയാവൂരാണ്. അദ്ദേഹത്തെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ അതിഥിയായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് ശ്രീ മുകുന്ദൻ മഠത്തിലാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും ചടുലമായ രീതിയിൽ, ഏറ്റവും പ്രാഗൽഭ്യത്തോടുകൂടി ജില്ലാ
ലൈബ്രറി കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ശ്രീ മുകുന്ദൻ മഠത്തിലിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കുന്നത് കണ്ണൂർ പ്രസ് ക്ലബിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ സി സുനിൽകുമാറാണ്. സുനിലിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ TKD മുഴപ്പിലങ്ങാട് ബഹുമുഖമായ പ്രവർത്തനങ്ങളിലൂടെ വടക്കൻ കേരളത്തിൻ്റെ സാംസ്കാരിക മേഖലയിൽ വളരെ ആഴത്തിൽ അടയാളപ്പെട്ടിട്ടുള്ള TKD മുഴപ്പിലങ്ങാടിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിൻ്റെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ, നെട്ടൂർ P ദാമോദരൻ നമുക്കറിയാം, ഇന്ത്യയിലെ ആദ്യത്തെ ലോകസഭയിലെ മെമ്പറായിരുന്നു, അതും തലശ്ശേരിയെ പ്രതിനിധീകരിച്ചുകൊണ്ട്. സ്വാതന്ത്ര്യ സമരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പങ്ക് നമുക്കെല്ലാവർക്കും അറിയാം. 2 വർഷം ബെല്ലാരി ജയിലിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ അദ്ദേഹം ജയിൽവാസം അനുഭവിക്കുകയുണ്ടായി. പിന്നീടുള്ള നിരവധി പ്രവർത്തനങ്ങൾ, സ്വാതന്ത്ര്യത്തിന് മുൻപും ശേഷവുമുള്ള പ്രവർത്തനങ്ങൾ, അതിലൊരു പക്ഷേ വളരെ സൂക്ഷ്മതയോടുകൂടെ അടയാളപ്പെടുത്തേണ്ട ഒരു മുഹൂർത്തം, അത് അന്നത്തെ മലബാറിൻ്റെ ഒരു കേന്ദ്രസ്ഥാനമായിട്ടുള്ള തലശ്ശേരി കോട്ടയിൽ 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ 2 ചെറുപ്പക്കാർ അവിടുത്തെ ബ്രിട്ടീഷ് പതാക മരത്തിന് മേൽ വലിഞ്ഞ് കയറി ആ പതാക, ബ്രിട്ടൻ്റെ പതാക വലിച്ചു മാറ്റി ഇന്ത്യൻ പതാക ഉയർത്തിയ ഒരു ചരിത്രമുണ്ട്. ആ 2 പേരിൽ ഒരാൾ നെട്ടൂർ P ദാമോദരനായിരുന്നു. മറ്റൊരാൾ നമുക്കൊക്കെ വിസ്മയം തരുന്ന രീതിയിൽ അത് SK പൊറ്റക്കാടായിരുന്നു. അപ്പോൾ അങ്ങനെ നിരവധി കഥകൾ, നിരവധി ചരിത്ര യാഥാർത്ഥ്യങ്ങൾ നെട്ടൂർ P ദാമോദരനുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ സൂചിപ്പിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം മരിച്ചതിന് ശേഷം വളരെ പ്രഗത്ഭനായിട്ടുള്ള പാർലമെൻറ്റേറിയൻ എന്നതോടൊപ്പം തന്നെ എഴുത്തുകാരൻ, ഇന്ത്യയുടെ വികസന വഴിയിൽ വലിയ സംഭാവനകൾ, പ്രത്യേകിച്ച് നെട്ടൂർ കമ്മീഷൻ്റെ റിപ്പോർട്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നോക്ക സമുദായങ്ങളുടെ, അതുപോലെ പട്ടികജാതി പട്ടികവർഗക്കാരുടെയൊക്കെ സംവരണവും അവരുടെ വികസനവും ആയി ബന്ധപ്പെട്ട് ഇന്ത്യക്കാകെ ദിശാബോധം നൽകുന്ന രീതിയിലുള്ള പ്രവർത്തനം അദ്ദേഹം നടത്തുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനായിരുന്നു. ഈ കൂടുതൽ സമയം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ അദ്ദേഹം വളരെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാകുമായിരുന്നു എന്നുള്ള അടയാളങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകങ്ങൾ നമ്മളോട് പറയുന്നത്. ആ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ പ്രദീപ് നെട്ടൂർ, ഹീര നെട്ടൂർ, മക്കളുടെയും അതുപോലെ കുടുംബാംഗങ്ങളുടെയൊക്കെ വളരെ ക്ഷീണമായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ്. ഏറ്റവും ഒടുവിലായിട്ടാണ് നമ്മൾ ഈ ലേഖന സമാഹാരം പ്രസിദ്ധീകരിക്കുന്നത്. ഈ ലേഖനം നമുക്കറിയാവുന്നതുപോലെ വളരെ ചരിത്രവുമായിട്ട് ഇഴചേർന്ന് നിൽക്കുന്ന അടരുകളാണ്. കുഞ്ഞാലിമരക്കാരെ കുറിച്ചിട്ട്, അതുപോലെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച്. വളരെ പ്രധാനം, നെട്ടൂർ Pയുടെ വലിയൊരു സ്വപ്നമായിരുന്നു തലശ്ശേരി മൈസൂർ റെയിൽപാത. ലാൽ ബഹദൂർ ശാസ്ത്രി ഉള്ളപ്പോൾ നെട്ടൂർ P ദാമോദരൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അതിൻ്റെ സർവേ ആ കാലയളവിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ചെങ്കിലും ഇന്നും അത് ഒരു സ്വപ്നമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ബഹുമുഖമായ കണ്ണൂരിൽ നിന്ന് സംസാരിക്കുമ്പോൾ കണ്ണൂർ ജില്ലയുടെ തലസ്ഥാനം എവിടെ വേണമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചർച്ചകൾ അന്ന് നടക്കുമ്പോൾ അത് ഈ കണ്ണൂരിൽ തന്നെ ആയിരിക്കണം എന്ന് വളരെ ശക്തമായ ഇടപെടൽ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് തലസ്ഥാനം കണ്ണൂരിലേക്ക് വരുന്നത്. അതിൻ്റെ പേരിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് ക്ഷതം രാഷ്ട്രീയപരമായിട്ട് നേരിട്ടിട്ടുണ്ട് എന്നുള്ളതും ഒക്കെ ഒരു വസ്തുതയാണ്. അപ്പോൾ അതൊക്കെ വളരെ ലളിതമായ, വളരെ കുറഞ്ഞ വാക്കുകളിലൊന്ന് ഓർമ്മിപ്പിക്കുന്നു മാത്രം. അദ്ദേഹത്തിൻ്റെ മകളും ഹീര നെട്ടൂറും പ്രദീപ് നെട്ടൂരും ഇവിടെ ചടങ്ങിലുണ്ട്. അവരെ 2 പേരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന് നന്ദി പറയുന്നത് സമയത്തിൻ്റെ എഡിറ്റർ കൂടിയായിട്ടുള്ള പ്രകാശ് വാടിക്കലിനാണ്. വാടിക്കലിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വളരെ സന്തോഷമുള്ള കാര്യം, വടക്കൻ കേരളത്തിൻ്റെ പല പ്രദേശങ്ങളിൽ നിന്ന് അതിഥികളായിട്ട് ഇതിൽ ഭാഗമാക്കാനായിട്ട് പലരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാവരെയും, അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ
പ്രിയപ്പെട്ടവരെയും മാധ്യമപ്രവർത്തകരെയും മറ്റ് സുഹൃത്തുക്കളെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് നിയന്ത്രിക്കുന്നതിനായിട്ട് മുഹമ്മദ് അഹമ്മദ് മാഷെ ക്ഷണിക്കുകയാണ്. സ്നേഹമുള്ളവരെ, അഭിവാദനങ്ങൾ. നമ്മുടെ പ്രിയങ്കരനായ മന്ത്രി ജനകീയ കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ പുതിയ ഏടുകൾ കുറിക്കുമെന്ന് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മന്ത്രി ഇവിടെ വരുമ്പോൾ ശുഭസൂചകമായ ചില ലക്ഷണങ്ങൾ ഉണ്ടായി എന്ന് ഞാൻ കാണുന്നു. അതിൽ പ്രധാനമായത് ഇവിടുത്തെ പ്രാർത്ഥന. നിങ്ങളൊക്കെ ആ പ്രാർത്ഥന കേട്ടു. ശ്രീനാരായണ ഗുരുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്ന സ്നേഹ പ്രാർത്ഥനയാണ് അത് എങ്കിൽ അതോടൊപ്പം തന്നെ ഇവിടെ ബാങ്ക് വിളി മുഴങ്ങി. ബാങ്ക് എന്ന് പറയുന്നത് ദൈവത്തിലേക്കുള്ള ക്ഷണമാണ്, അതേപോലെ തന്നെ സ്നേഹത്തിലേക്കുള്ള ക്ഷണമാണ്, നമ്മുടെ ജീവകാരുണ്യത്തിലേക്കുള്ള ക്ഷണമാണ്. ഈ അനർത്തിൻ്റെയും കൂടി ചാർജ് വഹിക്കുന്ന, പരിസ്ഥിതിയുടെ ചാർജ് വഹിക്കുന്ന നമ്മുടെ പ്രിയ മന്ത്രിക്ക് ആകാശത്തിൽ നിന്ന് വാർന്നു വീണ പൂക്കളായി ഞാൻ ഈ സന്ദർഭത്തെ കാണുകയാണ്. ഞാൻ ഒന്നും തന്നെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരു സാധാരണ അധ്യാപകൻ മാത്രമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്നും. അസാധാരണമായ ഒരു വാഗ്വൈഭവമോ അല്ലെങ്കിൽ ഒരു പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയോ ഒന്നും തന്നെ ഞാൻ കാണിച്ചു എന്നെനിക്ക് തോന്നാറില്ല. അതുകൊണ്ട് ഞാൻ 2-3 കാര്യങ്ങൾ മാത്രം ഒരു 3-4 നിമിഷങ്ങൾ കൊണ്ട് ഞാൻ എൻ്റെ ഈ അധ്യക്ഷ പ്രസംഗം സമാപിപ്പിക്കാം. ഒന്ന് പ്രധാനമായും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഓർമ്മകൾ വരുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ മന്ത്രി പ്രത്യക്ഷപ്പെടുന്നത് എന്നത് ഞാൻ ഒരു മിന്നലൊളി പോലെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് ഞാൻ ഏറ്റവും ഏറെ സ്നേഹിക്കുന്ന മലബാറിൻ്റെ മോസസായ, ഞങ്ങളുടെയൊക്കെ ദൈവതുല്യമായ ഒരുപക്ഷെ ജീവിത പ്രകീർത്തനങ്ങളുടെ സങ്കീർത്തനങ്ങളുടെ ബിഷപ്പ് കൂടിയായ വള്ളോപ്പള്ളി തിരുമേനി, ആ വള്ളോപ്പള്ളി തിരുമേനിയുടെ സർവമത മൈത്രി സമ്മേളനങ്ങളിൽ നടക്കാറുള്ള നമ്മുടെ മന്ത്രിയുടെ പ്രഭാഷണങ്ങൾ എന്ന് പറയുന്നത് മധുരവും സരളവും ലളിതവും മനോഹരവും ഉദാത്തവുമാണ് എന്ന് എനിക്ക് അറിയാൻ സാധിച്ച കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. കാരണം വള്ളപ്പള്ളി തിരുമേനിയെപ്പോലുള്ളവരാണ് വാസ്തവത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ജനജീവിതത്തെ നയിച്ചത് എന്ന സത്യം നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒന്നാണ്. മറ്റൊന്ന്, ഞാനിവിടെ പറയുന്നത് ഈ നെട്ടൂരിനെ പറ്റിയാണ്. നെട്ടൂർ എന്ന് പറയുമ്പോൾ നെട്ടൂർ കുടുംബത്തിലെ ഒരംഗമായി അവർ എന്നെ അംഗീകരിച്ചിട്ടുണ്ട് എന്നും അവർ എന്നെ സഹോദരതുല്യം സ്നേഹിക്കുന്നുണ്ട് എന്നും എനിക്ക് അറിയാൻ. കാരണം അവരോട് ഒരു വലിയ കടപ്പാട് എനിക്കുണ്ട്. മന്ത്രിയുടെ മുമ്പിൽ വെച്ച് ആ കടപ്പാട് ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ആ കടപ്പാട് എന്ന് പറയുന്നത്, ഞാൻ സെക്രട്ടേറിയറ്റിൽ ഫസ്റ്റ് ഗ്രേഡ് അസിസ്റ്റൻ്റായി ഞാൻ പോയ ഒരു സംഭവമുണ്ട്. ഞാൻ ബ്രണ്ണൻ കോളേജിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ, MA-ക്ക് പഠിക്കുന്ന സന്ദർഭത്തിൽ ഈ പിന്നോക്ക വിഭാഗത്തിനുള്ള ഈ സ്കോളർഷിപ്പ് ഇന്ന് നമുക്ക് വാസ്തവത്തിൽ ക്രിമിനൽ എന്നും മണ്ഡൽ കമ്മീഷൻ എന്നും ഒക്കെ പറഞ്ഞ് നമ്മൾ പലതായി തിരിക്കുന്ന അതേ അവസരത്തിൽ ഈ ശരിക്കും ഈ ന്യൂനപക്ഷങ്ങളെ കണ്ടെത്താൻ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങളെ കണ്ടെത്താൻ മണ്ഡൽ നെട്ടൂർ നടത്തിയ ഒരു ശ്രമത്തിൻ്റെ ഫലമായി ആദ്യമായി സെക്രട്ടേറിയറ്റിൽ വെച്ച് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ CH മുഹമ്മദ് കോയയും അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഹരിജൻ വിഭാഗം മന്ത്രിയായിരുന്ന വെള്ള ഈശ്വരനും കൂടി പങ്കെടുത്ത ഒരു ചടങ്ങിൽ വെച്ച് സ്കോളർഷിപ്പ് വാങ്ങിയ നിമിഷത്തിൻ്റെ ധന്യമുഹൂർത്തത്തിൻ്റെ മഹാമനസ്കതയുടെ ജീവിത മഷിപ്പാത്രം വാസ്തവത്തിൽ അന്നെനിക്ക് കാണാൻ കഴിഞ്ഞു എന്ന് എനിക്ക് ഇവിടെ വെച്ച് പറയാൻ കഴിയും. അതേ അവസരത്തിന് ഞാനിവിടെ നോക്കുമ്പോൾ എനിക്ക് ചിലരെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ഒരാളെ എനിക്ക് കണ്ടുപിടിച്ച് തരണം എന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്.
അത് മന്ത്രിക്കറിയാം ആരാണെന്ന്. മാത്യു കണ്ടത്തിലാണ്, ബിഷപ്പിൻ്റെ കണ്ടെത്തലാണ്. ഡിസ്കവർ ഓഫ് ഇന്ത്യ എന്ന് നമുക്ക് പറയാമെങ്കിൽ ചെരുപ്പില്ലാതെ നടന്നു പോകുന്ന, നഗ്നപാതനായി നടന്ന്, എന്നിട്ട് മലയോരങ്ങളിലൂടെ നദീതീരങ്ങളിലൂടെ നടന്നു പോകുന്ന പിന്നെ മാത്യു കണ്ടത്തിൽ ഇവിടെ എവിടെയോ ആയി ഇരിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം ഇവിടെ ഇരിക്കുന്നുണ്ട് എന്നത് എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു പ്രസ്ഥാനത്തിൻ്റെ അതേ അവസരത്തിൽ നമ്മുടെ ഭരണ ചക്രം തിരിക്കുന്നവരിൽ പ്രധാനിയായ ഈ മുകുന്ദൻ സാറും ഇവിടെ ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ എനിക്ക് കാണാൻ കഴിയുന്ന മറ്റൊരാൾ മുകുന്ദൻ മഠത്തിലാണ്. അദ്ദേഹത്തെപ്പറ്റി പറയുമ്പോൾ മുകുന്ദൻ മഠത്തിൽ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ ദീപം കൊളുത്തിയ ആളാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈബ്രറി പ്രസ്ഥാനത്തെ ആഗോളതലത്തിലെത്തിക്കാൻ, സാക്ഷരതയെ നമ്മുടെ ജീവിതത്തിൽ എഴുതി വെക്കാൻ, നിരക്ഷരയെ ഇല്ലാതാക്കി ഗാന്ധിയൻ സമരമാർഗത്തിൻ്റെ തേജസ്സുറ്റ രൂപമായ സ്വാശ്രയ ജീവിതത്തിന് സ്വരാജിൻ്റെ മുദ്ര നൽകാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന മുകുന്ദൻ മഠത്തിനെ ഞാൻ ഇവിടെ സ്വാഗതം ചെയ്യുകയാണ്. അതേ അവസരത്തിൽ ഞാൻ രണ്ട് വാക്കുകൾ കൊണ്ട് അവസാനിപ്പിക്കാം. മറ്റൊരാളെ എനിക്ക് മറക്കാൻ കഴിയില്ല. അത് ഞാൻ ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാനായ, അതേ അവസരത്തിൽ സെക്രട്ടറിയായ, അന്ന് ചെയർമാനൊന്നും ചെയ്യാനില്ലായിരുന്നു. ചെയർമാന്മാർ എപ്പോഴും ഇരിപ്പിടങ്ങളിൽ മാത്രം ഇരിക്കുന്നവരാണ്. അതുകൊണ്ട് ചെയർമാന്മാർ കസേലയിൽ മാത്രം ഇരിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. നേരെ മറിച്ച് എല്ലാ പ്രവർത്തനങ്ങളും നടത്തി വന്നിരുന്നത്, പ്രത്യേകിച്ചും ചിറക്കൽ കോവിലകം ഈ നമുക്ക് വേണ്ടി വാങ്ങിത്തന്നത്, അല്ലെങ്കിൽ പിന്നെ ഫോക്ലോർ അക്കാദമിയുടെ ഹൃദയമായി അത് മാറ്റിത്തന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ സുരേഷ് ബാബു ഇളയാവൂരാണ്. കണ്ണൂരിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെ മറ്റൊരു വിശേഷണവും കൂടി അദ്ദേഹത്തിന് കൊടുക്കാവുന്നതാണ്. ഈ കഴിഞ്ഞ കോർപ്പറേഷൻ ഭരണകാലത്ത് ക്ഷേമകാര്യ ചെയർമാനായി പ്രവർത്തിക്കുകയും എല്ലാ പ്രവർത്തനങ്ങളും നടത്തുകയും എല്ലാ വാർഡുകളിലും അന്ന് ഗാന്ധി പ്രതിമ സ്ഥാപിച്ചുകൊണ്ട് ഗാന്ധിയെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുകയും ചെയ്ത സുരേഷ് ബാബു ഇളയാവൂരാണ് ശരിക്കും മന്ത്രിയെ ഇന്ന് ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടി നമ്മെ സഹായിച്ചത്. അദ്ദേഹത്തിനും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. ആദ്യം തന്നെ നന്ദി പറയുകയാണ്. അവസാനമാണ് നന്ദി പറയേണ്ടതെങ്കിലും നന്ദി പറയുകയാണ്. ഇനി ഒന്ന് പറയാനുള്ളത്, ഇവിടെ ഇരിക്കുന്ന നമ്മുടെ TKD മുഴപ്പിലാകാനാണ്. അദ്ദേഹം നെട്ടൂരിനോടൊപ്പം ഉണ്ടായ ആളാണ്. അതേ അവസാനത്തിൽ ഈ കേരളത്തിൻ്റെ കടങ്കഥകളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന, ചക്രവർത്തി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരാളായി അദ്ദേഹത്തെ നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ ആദിമധ്യാന്ത പൊരുത്തമാണ് ഇന്നത്തെ പുസ്തകം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ ഇത്രയും സമയം അനുവദിച്ചതിന് നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട്, നിങ്ങളുടെ സ്വാഗതത്തിൽ തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഇവിടെയുള്ള എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് കടക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫിനെ അതിനായിട്ട് സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. പുസ്തകം ഏറ്റുവാങ്ങുന്നത് സുരേഷ് ബാബു ഇളയാവൂർ അവരുകളാണ്. അദ്ദേഹത്തെയും ക്ഷണിക്കുകയാണ്. പോരെ ഈ ചടങ്ങുകളുടെ ഔപചാരിക ഉദ്ഘാടനവും അതുപോലെ പുസ്തക പ്രകാശനവും നിർവഹിച്ചുകൊണ്ടുള്ള സംസാരത്തിനായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രിയെ ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാന്യരെ, സ്നേഹിതരെ, വളരെ ലളിതമാണെങ്കിലും ഏറെ പ്രാധാന്യമുള്ളൊരു ചടങ്ങിൽ എന്നെ കൂടി പങ്കാളിയാക്കിയതിന് ഞാനിതിൻ്റെ സംഘാടകരോടുള്ള പ്രത്യേക നന്ദിയും കടപ്പാടും ആദ്യമേ തന്നെ അറിയിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്തായ സ്വാതന്ത്ര്യത്തിൻ്റെ ദിനമാണ് 80-ാം ദിനം, 79ാമത് വാർഷിക ദിനം.
അതിൻ്റെ വ്യത്യസ്തങ്ങളായ പരിപാടികളിൽ സംബന്ധിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും ഈ പരിപാടിയിലും സംബന്ധിക്കുന്നത്. രാവിലെ കളക്ടറേറ്റ് മൈതാനിയിൽ പതാക ഉയർത്താനും പിന്നീട് DCC ഓഫീസിൽ പതാക ഉയർത്താനും എനിക്കും സാധിച്ചു. മറ്റ് പരിപാടികളിലുമെല്ലാം സംബന്ധിക്കുന്നതിന് സാധിച്ചു. പക്ഷേ ഇവിടെ നെട്ടൂർ P. ദാമോദരൻ്റെ സുചിന്തിത ലേഖനങ്ങൾ എന്ന ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഇന്നത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളിൽ ഏറ്റവും മഹത്വപൂർണ്ണമാണ് എന്ന് ഞാൻ അഭിപ്രായപ്പെടുകയാണ്. കാരണം അദ്ദേഹം, നമ്മൾക്കെല്ലാവർക്കും അറിയാം, സ്വാതന്ത്ര്യ ദിന ചിന്തകളിൽ നമ്മളെല്ലാവരും പറയുന്ന ഒരു വാക്ക്, അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ സ്വാതന്ത്ര്യ സമര സേനാനികളെ ആദരിക്കുന്നു, അവർക്ക് നമ്മളുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ എല്ലാ ദിനങ്ങളും ആഘോഷിക്കുന്നത് എങ്കിൽ നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യ സമ്പാദനത്തിൻ്റെ ശക്തമായ സമരമുഖങ്ങളിൽ ഏറ്റവും ശക്തമായി നേതൃത്വം നൽകി ജയിൽവാസം അനുഷ്ഠിച്ച പ്രമുഖനായ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ഒരാളാണ് ശ്രീ നെട്ടൂർ P. എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഞാനും കേരള സർക്കാരിനു വേണ്ടി ശിരസ് നമിക്കുന്നു, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നന്ദിയോടെ അദ്ദേഹത്തെ ഓർമ്മിക്കുകയാണ്. മക്കളെല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെ എല്ലാം സാന്നിധ്യത്തിൽ നെട്ടൂരിൻ്റെ സേവനങ്ങളെ, അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തനങ്ങളെ നമുക്കെല്ലാം ഒരിക്കൽ കൂടി ആദരവോടെ സ്മരിക്കാം. സ്വാതന്ത്ര്യ സമ്പാദനത്തിൽ അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തം അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പിന്നീട് ബഹുമാന്യായ മുൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി തന്നെ നെട്ടൂരിന് താമ്രപത്രം എന്ന ബഹുമതി നൽകിക്കൊണ്ട് അദ്ദേഹത്തെ ആദരിക്കാനും തയ്യാറായി. കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ വലിയ സംഭാവനകൾ ചെയ്യാൻ, പാർലമെൻറ്റ് അംഗമാകാൻ അവിടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ആര്? ഞാൻ ഈ പുസ്തകം അധ്യക്ഷ പ്രസംഗത്തിൻ്റെ സമയത്തും സ്വാഗത പ്രസംഗത്തിൻ്റെ സമയത്തും ഞാൻ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ഓടിച്ചു വായിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതിലൊരു ഭാഗം, അവസാനത്തെ ഭാഗമാണ് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയെക്കുറിച്ചുള്ള ശ്യാമപ്രസാദ് മുഖർജി മരിച്ചപ്പോൾ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് നെട്ടൂർ എഴുതിയ വാക്കുകളാണ്. അദ്ദേഹം പറയുകയാണ്, ത്രിമൂർത്തികൾ ജവഹർലാൽ, ജയപ്രകാശ്, ശ്യാമപ്രസാദ് അഭിനവ ഭാരതത്തിൻ്റെ ഭാഗ്യതാരങ്ങളായി ലക്ഷോപലക്ഷം ഭാരതീയർ ഹൃദയത്തിൽ കുടിയിരുത്തിയിട്ടുള്ള ത്രിമൂർത്തികളാണിവർ. അപ്പം നെഹ്റുവിൻ്റെ പിന്നീട് പിൻഗാമിയായി കാണുമെന്ന് കരുതിയ ശ്യാമപ്രസാദ് മുഖർജിയെക്കുറിച്ചുൾപ്പെടെ അദ്ദേഹത്തിന് ലേഖനം എഴുതാനുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അത്രയേറെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിരുന്നു. രാഷ്ട്രീയത്തിൻ്റെ അന്നത്തെ നിലപാടുകൾ രാജ്യസ്നേഹത്തിൽ അധിഷ്ഠിതമായിരുന്നു, പ്രചോദിതമായിരുന്നുവെന്ന് നമുക്കെല്ലാം അറിയാൻ സാധിക്കും. നെഹ്റുവിനൊപ്പം പ്രവർത്തിക്കാൻ, പ്രഥമ പ്രധാനമന്ത്രിക്കൊപ്പം പ്രവർത്തിക്കാൻ സാധിക്കുന്നു, ദേശീയ നേതാക്കന്മാർക്കൊപ്പം പ്രവർത്തിക്കാൻ സാധിക്കുന്നു. കേരളത്തിൻ്റെ പല കാര്യങ്ങളിലും കേരള സർക്കാർ രാഷ്ട്രീയ വ്യത്യാസം നോക്കാതെ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ചുമതലകൾ നൽകി അതെല്ലാം ഭംഗിയായിട്ട് നിർവഹിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഓർമ്മകളെ ഒരു പുസ്തകമാക്കി, അതിൻ്റെ ഹെഡിങ് തന്നെ വലിയ പുസ്തകമല്ല, പക്ഷേ അതിൻ്റെ പേര് തന്നെ സുചിന്തിത ലേഖനങ്ങൾ എന്നുള്ളതാണ്. അത് വായിച്ചാൽ മനസ്സിലാകും ഇത് സുചിന്തിത ലേഖനങ്ങൾ തന്നെയാണ്. ഞാൻ ഒറ്റ നോട്ടത്തിൽ ഓടിച്ചു വായിച്ച് ഒരാകാംക്ഷയോടെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയെ സംബന്ധിച്ച്, ഒരു ചരിത്ര വിദ്യാർത്ഥിയെ സംബന്ധിച്ച് വളരെ ആകാംക്ഷയോടെ തന്നെ വായിക്കേണ്ട. കാരണം തലശ്ശേരി കലാപത്തെക്കുറിച്ച്, തലശ്ശേരിയുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞ് തലശ്ശേരി കലാപത്തെക്കുറിച്ചുള്ള ഒരു അദ്ദേഹത്തിൻ്റെ അറിവ് വെച്ചുകൊണ്ടുള്ളൊരു വിലയിരുത്തലുണ്ട്. അത്തരത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ഇന്നത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഈ പുസ്തകം കൂടുതൽ ആളുകൾ വാങ്ങാനും വായിക്കാനും അവസരമുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. ഈ പുസ്തകം നാടിനു വേണ്ടി പ്രകാശനം ചെയ്യുന്നു. ഇതിൻ്റെ അദ്ദേഹത്തിൻ്റെ മകൻ പ്രദീപിനും മറ്റെല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട്, സംഘാടകർക്ക് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഔദ്യോഗികമായ പുസ്തക പ്രകാശന കർമ്മം നിർവഹിക്കുന്നു. നമസ്കാരം. ജയ് ഭാരത്. സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി, ഓണത്തിൻ്റെ ആശംസകൾ എല്ലാവർക്കും മുൻകൂട്ടി നേരുന്നു. നമസ്കാരം. ജയ് ഭാരത്. ബഹുമാന്യ അധ്യക്ഷൻ, എനിക്കേറെ പ്രിയങ്കരനായ മലബാറിലെ സാംസ്കാരിക പ്രൗഢിയുടെ പര്യായമായിട്ടുള്ള ശ്രീ പ്രൊഫസർ B. മുഹമ്മദ് അഹമ്മദ്,
വേദിയിലെ വർഷങ്ങളുടെ നീണ്ട പരിചയമുള്ള ഗ്രന്ഥരചനയ്ക്കും അതുപോലെ തന്നെ പ്രഭാഷണത്തിനും അതുപോലെ കണ്ണൂരിലെ സാംസ്കാരിക ഭൂമിയിൽ തൻ്റെതായ സ്ഥാനമുറപ്പിക്കുകയും ചെയ്തിട്ടുള്ള ശ്രീ കെ ബാലകൃഷ്ണൻ കൊയ്യാൽ ഈ പുസ്തകം ഈ രൂപത്തിൽ പ്രസാധനം നിർവഹിക്കാൻ സംശോധനവും കണ്ടെത്തലുമെല്ലാം നടത്തി അച്ഛൻ്റെ പേര് അന്വർത്ഥമാകും വിധം ഈ ഒരു സദസ്സിന് കൂടി കാർമ്മികത്വം വഹിച്ചുകൊണ്ട് നമ്മോടൊപ്പമില്ല ഉള്ള ശ്രീ പ്രദീപ് നെട്ടൂർ, ഏറ്റവും ബഹുമാന്യനായ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ലൈബ്രറികളുടെ ഏകോപനത്തിനും അതുപോലെ തന്നെ വിപുലീകരണത്തിനും എല്ലാം ബദ്ധശ്രദ്ധനായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ശ്രീ മുകുന്ദൻ മഠത്തിൽ അവർകൾ, വേദിയിലുള്ള ഏറ്റവും പ്രിയങ്കരനായ ശ്രീ TKD, ബഹുമാന്യയായ ശ്രീമതി ഹീര നെട്ടൂർ അവർകൾ, ശ്രീ പ്രകാശ് വാടിക്കൽ, പ്രിയമുള്ള നെട്ടൂർ കുടുംബാംഗങ്ങളായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിരവധി പേരുണ്ട്. അവർക്കെല്ലാം ശ്രീ ഗോപിയേട്ടൻ ഇരിക്കുന്നു, ശ്രീ VG നമ്പ്യാർ ഇരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയപൂർവകമായ അഭിവാദ്യം അർപ്പിക്കുകയാണ്. ഞാനൊരു പാഥേയം സ്വീകരിച്ച അവസ്ഥയിലാണുള്ളത്. പുസ്തകം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് അനവദ്യമായ ഒരനുഭവമായിട്ടാണ് എൻ്റെ പൊതുജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത്. അതിൻ്റെ പുസ്തകത്തിൻ്റെ വലിപ്പമോ ചെറുപ്പമോ എന്നുള്ളതല്ല. ഒരു സഹൃദയനാവട്ടെ, വായനക്കാരനാവട്ടെ, ഒരു എഴുത്തുകാരനാവട്ടെ, അവരുടെ നിരവധി മുഹൂർത്തങ്ങൾ, വിലമതിക്കാനാവാത്ത സമയങ്ങളിൽ ഈ അക്ഷരങ്ങളുമായി തലോടിയും തല്ലുകൂടിയും സ്നേഹിച്ചും പരിഭവിച്ചും അതിനോടുള്ള ഒരു ആന്തോളനം നടത്തി അതിനെ ഈ രീതിയിൽ സുചിന്തിതമായ പ്രൗഢമായ ഒരു ഗ്രന്ഥമാക്കി മാറ്റുന്നതിന് വേണ്ടി വരുന്ന തീവ്രമായ പരിശീലനത്തിൻ്റെ വക്താക്കളാണ് ഗ്രന്ഥകാരന്മാർ എന്നുള്ളതാണ്. ശ്രീ നെട്ടൂർ P ദാമോദരൻ അവർകളുടെ എഴുത്തിൻ്റെ ഒരു തനിമയും അതിൻ്റെതായ ഒരു ഹൃദയശുദ്ധിയും നമുക്ക് ഈ വാക്കുകളിലെല്ലാം കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ ശ്രീ കൊയ്യാൽ സൂചിപ്പിച്ചതുപോലെ തലശ്ശേരിയിൽ നിന്ന് വളർന്ന് അവിടെ ജനിച്ച് പിന്നീട് ഈ പറയുന്ന വ്യത്യസ്തമായ മേഖലകളിലേക്ക് കടന്നു പോവുകയും അമ്പരപ്പിക്കുന്ന തരത്തിൽ എനിക്ക് അത്ഭുതം തോന്നിയത് ഇതുവരെ അറിയാത്തതാണ്. ഞാൻ ശ്രീ ഹരിയേട്ടനോട് പറയുകയായിരുന്നു, അദ്ദേഹം സഞ്ചരിച്ച വഴികളൊന്ന് പരിശോധിച്ചാൽ അങ്ങ് മഹാരാഷ്ട്രയിൽ പോയി യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷപദം അലങ്കരിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ എനിക്ക് സ്തുതിക്കും. അധ്യക്ഷപദം അലങ്കരിക്കുക എന്തെല്ലാം പാടാന്നറിയോ. അത്തരമൊരു സന്ദർഭത്തിൽ അന്ന് പൊട്ടിമുളച്ച ചെറിയൊരു സംഘടനയുടെ വക്താവായി ഈ ദൂരങ്ങളെല്ലാം താണ്ടി ബഹുദൂരം കടന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള ആ പ്രതിബദ്ധതയോടെയുള്ള രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തനങ്ങൾ അത് സത്യം പറഞ്ഞാൽ ഇത്രയൊന്നും പ്രകാശിതമാകുന്നില്ലല്ലോ ഇവരൊക്കെ എന്നുള്ളതാണ് എൻ്റെ വൈമനസ്യമെന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു വേള കഴിഞ്ഞാൽ നമ്മളെല്ലാം ചരിത്രത്തിൽ നിന്ന് മാറും. പക്ഷേ ചരിത്രം നിർമ്മിച്ചവർ, ചരിത്രത്തെ തലോടിയവർ, ചരിത്രത്തോട് ഗർജിച്ചവർ, ചരിത്രത്തെ തൻ്റെ വരുതിയിലാക്കിയവർ നിരവധിയാണ്. ഒരു പേര് നോക്കൂ നിങ്ങൾ, നെട്ടൂർ P ദാമോദരൻ. ഒരു വ്യക്തി പ്രതിദാനം ചെയ്യുന്നത് ഒരു നാട്, ഒരു പ്രദേശം, ഒരു സംസ്കാരം, ഒരു രാജ്യം, ഒരു വികാരം, ഇതെല്ലാം ഒരു വ്യക്തിയിലൂടെ നമ്മൾ ഒരു പേരിലൂടെ അങ്ങ് ചെന്ന് ചേരുകയാണ്. അങ്ങ് പാർലമെൻറ്റിലോളം ഇതിൻ്റെ അലയൊലി ഈ ഒരു മനുഷ്യരിൽ നിന്ന് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഞാൻ 1-2 ലേഖനങ്ങൾ വായിച്ച പരിചയമേ എനിക്കുള്ളൂ. എൻ്റെ അമ്മാവൻ ശ്രീ വാണിദാസ് അളിയാവൂരുമായിട്ട് നല്ല ആത്മൈക്യം
പെട്ടിട്ടുള്ള കുടുംബം കൂടിയാണ്. മേഡം അവിടെ വന്നു എന്ന് എനിക്ക് അല്ലേ, അമ്മാവൻ്റെ വീട്ടിൽ. അങ്ങനെയാണ് എനിക്ക് ആ പേര് എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടുള്ളൂ, നെട്ടൂർ. അദ്ദേഹത്തിൻ്റെ അവരുടെ മക്കൾ 4 പേർ നല്ല നെടുന്തൂണുകളായി അച്ഛൻ്റെ ഓർമ്മകൾ ശൈഥില്യമില്ലാതെ പൂപ്പൽ പിടിക്കാതെ അത് നിലനിർത്താൻ വേണ്ടിയുള്ള അതൊരു അക്ഷൗഹിണി ഇവർ തീർത്തിരിക്കുന്നു. അതാണ് ഈ ഗ്രന്ഥം എന്ന് സ്വമേധയാ പറയാനാണ് എനിക്കിഷ്ടം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത് സുചിന്തിതമായ അദ്ദേഹം അത് വളരെ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ അത് പറയുകയുണ്ടായി. ലേഖനങ്ങൾ ഒരുപാട് എഴുതാം, ഒരു 10 മിനിറ്റ് കൊണ്ട് ലേഖനം എഴുതാം, അതിന് പ്രയാസമില്ല. അറിവുള്ളവർക്ക് കൊയ്യാലിനെ പോലെ മാഷെ പോലുള്ള ആളുകൾക്ക് അത് സാധിക്കും. പക്ഷേ സുചിന്തിതമായ ഒരു ലേഖനം അത് ലേഖനമായി മാറണമെങ്കിൽ നിരവധി കടമ്പകളുണ്ട് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അത് വേണം, അതിൽ ഉപദംശങ്ങൾ കണ്ടെത്തണം. അത് നല്ല പാകമായോ എന്ന് വീണ്ടും അളന്ന് നോക്കണം, അല്ലെങ്കിൽ രുചിച്ച് നോക്കണം, അല്ലെങ്കിൽ തൊട്ടു നോക്കണം. അങ്ങനെയെല്ലാം ചേർന്ന് കുഞ്ഞാലി മരക്കാരെ കുറിച്ച് ബാലകൃഷ്ണൻ സൂചിപ്പിച്ചു. കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്ന ആ ദേശത്തിൻ്റെ അവസാനത്തെ മരക്കാരെക്കുറിച്ച് കൂടി അദ്ദേഹം പറയാം. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിലെ സൗഹൃദം ഒരു വ്യക്തിയെ ഒരു സമൂഹത്തിന് മുമ്പിലേക്ക് എങ്ങനെയൊക്കെ വക്രീകരിച്ച് അവതരിപ്പിക്കാം എന്നതിനുള്ള മറുപടി, തലശ്ശേരിയുടെ ഒരു സാങ്കത്യം ഞാൻ ഓർമ്മിക്കുന്നു. എസ്.കെ. പൊറ്റക്കാട് അവരെ കുറിച്ച് പറയുകയുണ്ടായി. ദേശത്തിൻ്റെ കഥാകാരനായി മാറിയ എസ്.കെ. പൊറ്റക്കാട്. ഇവിടെ സാഗര ഗർജനം തീർത്ത ഡോക്ടർ സുകുമാർ അഴീക്കോട് തലശ്ശേരി. പക്ഷേ അദ്ദേഹം പരാജയപ്പെട്ടു പോയി. മത്സരിച്ചെങ്കിലും അദ്ദേഹം പരാജയപ്പെട്ടു പോയി. പക്ഷേ അവരെല്ലാം ഉയർത്തിയിട്ടുള്ള ഒരു വലിയ ജനാധിപത്യമുണ്ട്. ആ ജനാധിപത്യ ബോധത്തിൻ്റെ ഉരകല്ലാണ് ഓഗസ്റ്റ് 15 അല്ലെങ്കിൽ 14 അർദ്ധരാത്രി എന്ന് പറയുന്നത്. അത് ഉരകല്ലാണ്. അതുപോലെ നമ്മുടെ ജനാധിപത്യം എവിടെ, അല്ലെങ്കിൽ നമ്മുടെ മതേതരത്വം ഏത് ദിശയിലേക്ക് എന്നെല്ലാമുള്ള ചോദ്യങ്ങളുടെ കുന്തമുനകൾ ഉയരുന്ന വർത്തമാനകാലത്ത് നമ്മൾ ഇത്തരം സുചിന്തിത ലേഖനങ്ങളിലൂടെ, വാക്കുകളിലൂടെ, ഗ്രന്ഥങ്ങളിലൂടെ അനുധാവനം ചെയ്തേ മതിയാവൂ എന്നുള്ളതാണ് എൻ്റെ സുചിന്തിതമായ അഭിപ്രായം. ആ മഹാമനുഷ്യൻ ഇന്ത്യൻ പാർലമെൻറ്റിൽ തൻ്റെ ശബ്ദമെത്തിച്ചു. അതിന് പ്രത്യുപകാരമായി ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധിയെ പോലുള്ള മഹാധനന്മാരായിട്ടുള്ള മഹാപ്രതിഭകളായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ഇദ്ദേഹത്തിന് അതിനുശേഷം ചില ഉത്തരവാദിത്തങ്ങൾ നൽകി. അതാണ് നേരത്തെ മാഷ് പറഞ്ഞ ക്രിമിലെയർ കണ്ടെത്തുന്നതും. ഇതെല്ലാം പുതിയ കാലഘട്ടത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ലേഖനത്തിൽ ചില വരികളിലൂടെ കടന്നുപോയാൽ എന്നും ഈ അടിമ മനോഭാവമല്ല വേണ്ടത്, മറിച്ച് ഒരു സമൂഹത്തിൻ്റെ പുതിയ സംരചനയ്ക്ക് ആകുന്ന തരത്തിലേക്ക് പുതുമയെ കൂട്ടിക്കലർത്തി കൊണ്ടുപോവുക എന്നുള്ള ധിഷണാപരമായ ഒരു ലക്ഷ്യം കൂടി അദ്ദേഹം. പക്ഷേ എന്താ പറയേണ്ടത്, നിർഭാഗ്യവശാൽ ഇന്ത്യയിൽ ഈ ഇത്തരം ഈ കാലം കഴിയുമ്പോഴും നമ്മൾ വളരുമ്പോഴും ഈ റിസർവേഷനും അതുപോലുള്ളതിലെല്ലാം ചില മാറ്റങ്ങളില്ലാതെ പോകുന്നത് ശരിയല്ല എന്ന സുചിന്തിതമായ അഭിപ്രായം കൂടി അദ്ദേഹത്തിൻ്റെ വരികളിലൂടെ വായിച്ചെടുക്കാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ഇത്തരം ധിഷണാശാലികളാണ് സമൂഹത്തെ വാർത്തെടുത്തിട്ടുള്ളത്. ഇവരിലൂടെയാണ് നമ്മുടെ കർമ്മ ചൈതന്യം അതിധന്യമായി ഒരു നദി പോലെ, ഗംഗ പോലെ, നിള പോലെ ഒഴുകി തുടിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരം ഓർമ്മ തുടിപ്പിലേക്ക് എന്നെപ്പോലുള്ള ഒരാളെ മുങ്ങാങ്കുഴിയിടാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തി, അല്ലെങ്കിൽ എനിക്ക് കൂടി സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ കൃതാർത്ഥത. ആ കൃതാർത്ഥത ഞാൻ എൻ്റെ മനസ്സിൻ്റെ ആർദ്രതയോടെ ചേർത്ത് വെച്ച് നിങ്ങളുടെ കുടുംബത്തിന്, നെട്ടൂർ കുടുംബത്തിന് മുഴുവൻ നേരാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ്. ഓഗസ്റ്റ് 15 ഞാൻ പറയട്ടെ, എൻ്റെയും നിങ്ങളുടെയും, നമുക്ക് ഓരോ വ്യക്തിക്കും ഓരോ പിറന്നാളാണ്. പക്ഷേ ആ പിറന്നാളിനേക്കാൾ അപ്പുറത്ത് അതിൻ്റെ അമൃതധാരയായി ഒരു രാജ്യത്തിൻ്റെ പിറന്നാൾ, ആ രാജ്യം പിറന്നതിൻ്റെ ഏറ്റവും ആഹ്ലാദകരമായ അതിമധുരം നുണയുന്ന ഈ ദിവസത്തിൽ തന്നെ, ഇന്നലെയായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. അദ്ദേഹം സത്യം പറഞ്ഞാൽ നെട്ടൂർജി, അത് ഒരു ഭാഗ്യം പോലെയാണ്. ഓഗസ്റ്റ് 15 തന്നെ അത് സംഭവിച്ചിരിക്കുന്നു. അത് നടക്കേണ്ടത് ഇന്ന് തന്നെയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രകൃതി നിയമം എന്നുള്ളത് കൊണ്ട് സൂചിപ്പിച്ചുകൊണ്ട് ഈ മഹത്തായ രാജ്യത്തിൻ്റെ അത്ഭുതകരമായ സ്വാതന്ത്ര്യത്തിൻ്റെ പുണ്യമായ ദിനരാത്രങ്ങൾ ഇനിയും ഈ നാട്ടിൽ എമ്പാടും വിടരാൻ, ഓരോ ദിവസവും വിടർന്നുല്ലസിക്കാൻ കഴിയുമാറ് നമ്മുടെ സ്വാതന്ത്ര്യ ബോധം നമ്മളിലെല്ലാം ഉജ്ജീവിപ്പിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ലേഖനം എൻ്റെ കൈകളാൽ എനിക്ക് വാങ്ങാൻ സാധിച്ചു എന്നുള്ളത് ഒരു പുണ്യമായി
ഞാൻ ഇത്തിരി വാക്കുകളെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയിൽ, ഒരു വാഗ്മ്യതയോ ഇല്ലാത്ത ഒരാൾ എന്ന നിലയിൽ ഈ കൈകളിലൂടെ അത് സാധിച്ചു എന്നുള്ളത് എൻ്റെ പുണ്യമാണ്, എൻ്റെ വരദാനമാണ്. അക്ഷരങ്ങൾക്ക് നന്ദി, ഇതെഴുതിയ കൈകൾക്ക് നന്ദി, ആ മഹാമനുഷ്യന് നന്ദി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ്. ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെട്ട ഈ പുസ്തകം നെട്ടൂരിൻ്റെ സുചിന്തിത ലേഖനങ്ങൾ, സമയത്തിൻ്റെ ഒരു സ്റ്റാള് ഈ നമ്മുടെ ഗേറ്റിനടുത്തായിട്ടുണ്ട്, അവിടെ നിന്ന് കിട്ടും. നേരത്തെ മന്ത്രിയും അതുപോലെ സുരേഷ് ബാബുവൊക്കെ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും വായിക്കേണ്ട ഒരു പുസ്തകമാണ്. ഇന്നത്തെ ഈ ഒരു പ്രകാശനത്തിൻ്റെ അതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് 199 രൂപ വിലയുള്ള ഈ പുസ്തകം 150 രൂപക്കാണ് ഇന്ന് വിൽക്കുന്നത്. താല്പര്യമുള്ളവർ വാങ്ങണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ ചടങ്ങിൽ അതിഥിയായിട്ട് പങ്കെടുക്കുന്നത് ശ്രീ മുകുന്ദൻ മഠത്തിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനം ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്ന ജില്ലയാണ് കണ്ണൂർ. എത്രയും പെട്ടെന്ന് തന്നെ കണ്ണൂർ ജില്ലയിലെ ഓരോ വാർഡിലും ഓരോ ലൈബ്രറി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ്. അതുപോലെ പുതിയ പുതിയ നിരവധി പ്രവർത്തനങ്ങളുമായിട്ടാണ് കണ്ണൂർ ജില്ലയിലെ ലൈബ്രറി മുന്നോട്ട് പോകുന്നത്. ആ ലൈബ്രറി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ശ്രീ മുകുന്ദൻ മഠത്തിലാണ് ഈ ചടങ്ങിലെ അതിഥി എന്നുള്ളത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. ശ്രീ മുകുന്ദൻ മഠത്തിലിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് സംസാരിക്കാനായിട്ട്. വേദിയിലുള്ള ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ മുഹമ്മദ് അഹമ്മദ് സാറ്, പുസ്തകം പ്രകാശനം ചെയ്ത ബഹുമാനപ്പെട്ട മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, പുസ്തകം സ്വീകരിച്ചുകൊണ്ട് സംസാരിച്ച ശ്രീ സുരേഷ് ബാബു എളയാവൂർ, സ്വാഗതം ആശംസിച്ച സമയം പബ്ലിക്കേഷൻസിൻ്റെ ജീവനാഡിയായിരിക്കുന്ന ശ്രീ ബാലകൃഷ്ണൻ കൊയ്യാൽ, ശ്രീ പ്രദീപ് നെട്ടൂർ, അവരുടെ കുടുംബാംഗങ്ങൾ, ശ്രീ TKD മുഴപ്പിലങ്ങാട് ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള, എന്താണ് നിങ്ങളെ വിശേഷിപ്പിക്കേണ്ടതെന്നുള്ള ഒരു ആശയക്കുഴപ്പമുണ്ട്. അത്രയും പ്രഗത്ഭരാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. സമയം 1:15, എത്രയും പെട്ടെന്ന് നിർത്തുക എന്നുള്ളതാണ് ഔചിത്യം. ഞാൻ ഈ പുസ്തകം 1 മണിക്കൂർ കൊണ്ട് ഓടിച്ച് വായിച്ച ഒരാളാണ്. ഒരുപക്ഷെ അത്രയും ലാളിത്യമുള്ള, നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കാൻ സഹായിക്കുന്ന, ഒരുപാട് വികാരങ്ങളെ ഉണർത്താൻ സാധിക്കുന്ന ലേഖനങ്ങളായിട്ട് എനിക്ക് തോന്നുകയാണ്. മിക്കവാറും എല്ലാ ലേഖനങ്ങളും 50-കൾ, 60-കൾ, 70-കളുടെ 79, 78 കാലഘട്ടങ്ങൾ എഴുതിയാണ്. ഡോക്ടർബിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആദ്യമേ ഞാൻ പറയാൻ വേണ്ടി കരുതി വെച്ച ഒരു കാര്യമുണ്ട്. അത് നേരത്തെ ബാലകൃഷ്ണൻ കൊയ്യാൽ സ്വാഗതത്തിൽ പറഞ്ഞു പോയി. എന്നാലും ഞാനും അത് ആവർത്തിക്കുകയാണ്. എനിക്കൊരു അവകാശമുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. 2 കാര്യത്തിലാണ് എനിക്കൊരു സ്വകാര്യ അഭിമാനവും അഹങ്കാരവും ഉള്ളത്. ഒരുപക്ഷേ 1920-30-കളിൽ ഞാനൊരു അധ്യാപകനായിരുന്നുവെങ്കിൽ തീർച്ചയായും അത് BMB സ്കൂൾ അധ്യാപകനായിരിക്കുമെന്ന് ഞാൻ സങ്കല്പിക്കുകയാണ്. ആദ്യമേ പറയട്ടെ, ഞാൻ BMB ഹൈസ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തൊരു അധ്യാപകനാണ്. ശ്രീ നെട്ടൂർ P. ദാമോദരൻ്റെ അനുഭവച്ചുരുൾ വായിച്ചപ്പോഴാണ് എനിക്ക് ഈ കാര്യം പറയാൻ താല്പര്യം തോന്നുന്നത്. അദ്ദേഹം BMB സ്കൂളിലാണ് പഠിച്ചത്. AKG പഠിച്ചൊരു വിദ്യാലയമാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ ഓർമ്മകൾ ഷെയർ ചെയ്യുമ്പോൾ CH കണാറിൻ്റെ ക്ലാസ്മേറ്റാണ്. CH കണാറിനെ കുറിച്ചൊക്കെ രസകരമായ അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട്, വളരെ രസകരമായ പങ്ക്. അങ്ങനെ അത് യഥാർത്ഥത്തിൽ ഒരു അതിശക്തമായ ഒരു അനുഭവ ചുരുളാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ ഇടപെടലെക്കുറിച്ചുള്ള വളരെ സുചിന്തിതമായ വ്യക്തമായ അഭിപ്രായങ്ങളാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ സൂചിപ്പിച്ച പോലെ ഏറ്റവും നല്ലൊരു സ്വാതന്ത്ര്യദിനത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്.
ഒരു എന്താണ് പറയുക, ഒരു ഉത്തരാർദ്ധത്തിൽ അർദ്ധരാത്രി 1947 ആഗസ്റ്റ് 15 ഡൽഹി ചെങ്കോട്ടയിൽ പതാക ഉയർത്തുമ്പോൾ അത് പക്ഷേ ഒരു ചെറിയ സംഭവമായിരിക്കാം. പക്ഷെ നമ്മൾ ആഴത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ വെളിച്ചവും അതിൻ്റെ സ്ഫോടനശേഷിയും അതിഭയങ്കരമാണെന്ന് എനിക്ക് തോന്നുകയാണ്. 1947 ആഗസ്റ്റ് 15 മഴയുള്ള ഒരു അർദ്ധരാത്രി 34 വയസ്സുള്ള 2 ചെറുപ്പക്കാരാണ് തലശ്ശേരിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടന്നു വരുന്നത്. എവിടെ നിന്നോ നടന്നു വരികയാണ്. ഒരാൾ നെട്ടൂർ പി ദാമോദരനാണ്, 34 വയസ്സേ ഉള്ളൂ. 1913 ജനിക്കുന്നത്. എല്ലാവർക്കും കണക്കൂട്ടാൻ മനസ്സിലാവും. 34 വയസ്സുള്ള ഒരു മനുഷ്യന്, കല്യാണം കഴിച്ചിട്ടില്ല അപ്പോഴേ. നമ്മുടെ എസ് കെ പൊറ്റക്കാട് 34 വയസ്സാണ്. 1913 അദ്ദേഹം ജനിച്ചത്. കോഴിക്കോട്ടുകാരനാണ്. അദ്ദേഹവും നേരത്തെ ആലോചിച്ചുറപ്പിച്ച് വന്നത് ഒരു ചരിത്രം ഉറങ്ങുന്ന ഒരു സ്ഥലത്താണ്. അതാണ് അതിൻ്റെ പ്രാധാന്യം. ആ ആസാദ് ലൈബ്രറി എന്ന് വിളിക്കപ്പെടുന്ന വിക്ടോറിയ രാജ്ഞി സ്ഥാപിച്ച 1901 ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ പ്രതീകമായി സ്ഥാപിച്ച ഇന്നത്തെ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ പേരുള്ള ആസാദ് ലൈബ്രറി. ഇപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ ഉജ്ജ്വലമായ പ്രതീകമാണ് ഈ ആസാദ് ലൈബ്രറി. ആ കെട്ടിടത്തിൻ്റെ പിറകിലാണ് നെട്ടൂർ പി ദാമോദരൻ നിൽക്കുന്നത്. അതിന് നേരെ മുഖാഭിമുഖമായി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ പ്രതീകമായ കോട്ട അതിന് നേരെ മുമ്പിലാണ്. വളരെ ചെറിയ ദൂരമേ ഉള്ളൂ. ആ കോട്ടയുടെ മുമ്പിലാണ് നമ്മുടെ എസ് കെ പൊറ്റക്കാട് നിൽക്കുന്നത്. അപ്പോൾ അർദ്ധരാത്രി സംഭവഹൂലമായ അതിനിർണായകമായ പതാകകളും മുഹൂർത്തവും ഉണ്ടാകുന്ന അതേ വേളയിൽ തന്നെയാണ് ഒരു വാക്കുകൊണ്ട് എന്താണ് പറയുക, ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ എല്ലാ ഉജ്ജ്വല സ്മരണകളും നമുക്ക് അയവിറക്കാൻ വേണ്ടി സാധിക്കുന്നത്. സ്വതന്ത്ര ഭാരതത്തിലെ പൗര നിങ്ങൾക്ക് സ്വാഗതം എന്ന് നെട്ടൂർ പി വിളിച്ചു പറയുമ്പോൾ മറുപക്ഷത്തിൽ നിന്ന് എസ് കെ പൊറ്റക്കാടും തിരിച്ചു പറയാണ്, അഭിവാദ്യങ്ങൾ എന്ന് പറയാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പം അത്രയേറെ സ്വാതന്ത്ര്യത്തോട് അദമ്യമായ ഒരു ബന്ധം. ആ സ്വാതന്ത്ര്യത്തോടെ ബന്ധം എന്ന് പറഞ്ഞാൽ നാടിനോടുള്ള സ്നേഹമാണ്, സ്വാതന്ത്ര്യത്തോടുള്ള സ്നേഹമാണ്. അത്തരത്തിലുള്ള ആ മൂല്യബോധം ഈ എല്ലാ ലേഖനങ്ങളിലും തുടിച്ചേൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 30-40 വയസ്സ് കാലത്തോളം അത് എത്രയും ശ്രദ്ധിച്ചിരുന്നത് പത്രപ്രവർത്തന രംഗത്താണ്. പത്രപ്രവർത്തനം പഠിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒന്നാംകിട ഒരു ജേർണലിസ്റ്റിനെ പോലെ സമകാലീന വിഷയങ്ങൾ ഒരു പ്രവാചകനെ പോലെ പ്രവാചക മനസ്സോടുകൂടി ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു എഴുത്താണ്. എല്ലാം അങ്ങനെ വളരെ പ്രവാചക മനസ്സോടുകൂടി എഴുതപ്പെട്ട ലേഖനമാണ് ഓരോ വിഷയത്തിലും. ഈ പറഞ്ഞ പോലെ അവസാനമുള്ള ശ്യാമപ്രകാശ് മുഖർജിയെക്കുറിച്ചുള്ള ഒരു അനുഭവങ്ങൾ, അദ്ദേഹം മരിച്ച ശേഷമുള്ള കാശ്മീരിലെ ജയിലിൽ വെച്ചിട്ടാണ് മരണപ്പെടുന്നത്. ആ ജയിലിൽ വെച്ച് മരണപ്പെട്ടപ്പോൾ അതീവ ദുഃഖിതനായി നിരാശനായി എഴുതപ്പെട്ട ഹൃദയസ്പർശിയായ ഒരു ലേഖനമാണ്. ആ ലേഖനത്തിൽ ആ നിരാശയോട് പറയുന്നൊരു വാക്യമാണ് ഒരുപക്ഷേ ഇന്ത്യയുടെ ഭാവി ഭാഗധേയം എങ്ങനെയായിരിക്കുമെന്ന് ആഗ്രഹിച്ച ആളുകൾക്ക് വലിയ നിരാശയുണ്ടാക്കുന്ന ഒരു മരണമായിരുന്നു ശ്യാമപ്രസാദ് മുഖർജിയുടേത്. കാരണം നെഹ്റു, ജയപ്രകാശ് നാരായണൻ, ശ്യാമപ്രകാശ് മുഖർജി, അതിലേറ്റവും ഗംഭീരമായ വ്യക്തിത്വം ശ്യാമപ്രസാദ് മുഖർജിക്കാണ്. കാരണം പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ 47 മന്ത്രിയായിരുന്നു. പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ ഉജ്ജ്വലമായ പ്രകടനങ്ങൾ ഓരോന്നും കേട്ട മനുഷ്യനാണ്. അതേ പാർലമെൻറ്റിനകത്ത് 52 മെമ്പറായി ജീവിച്ച മനുഷ്യനാണ്. അതിൻ്റെയൊക്കെ അനുഭവ സമ്പത്തിൻ്റെ വെളിച്ചത്തിലാണ് അങ്ങനെ ഒരു വിലയിരുത്തൽ. ഇന്ന് വായിക്കുമ്പോൾ നമുക്ക് പല കാര്യത്തിലും ശരിയല്ലേ എന്നുള്ളൊരു തോന്നൽ. അതുകൊണ്ട് പറഞ്ഞൊരു പ്രവാചക മനസ്സ് അദ്ദേഹത്തിനുണ്ട്. നമ്മുടെ ഭാരതത്തെക്കുറിച്ച് എല്ലാവർക്കും സംതൃപ്തി ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ടാവില്ല. അത്രയേറെ സങ്കീർണമായൊരു രാജ്യമാണ് നമ്മുടേത്. ആ സങ്കീർണമായ രാജ്യത്തിന് ഏത് വഴിയിലൂടെ പോകണം എന്നുള്ള ഒരു ദിശാബോധം ഒരുപക്ഷെ ജയപ്രകാശ് നാരായണനേക്കാളും അതിബുദ്ധിമാനായ സമർത്ഥനായ ശ്യാമപ്രസാദ് മുഖർജിക്കുണ്ടെന്ന് നമ്മളെ ബോധ്യപ്പെടുന്ന ലേഖനമാണത്. ഓരോ വിഷയവും, ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല, ഓരോ വിഷയങ്ങളെടുത്തും
അദ്ദേഹം വളരെ കൃത്യമായ ഒരു പത്രപ്രവർത്തന മനോഭാവത്തോടെ ഇവിടെ വിവരിച്ച് പോകുന്നുണ്ട്. ഞാൻ ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. കേരളത്തിൻ്റെ റെയിൽവേ ഒരുപക്ഷെ അന്ന് മുതൽ ലാൽ ബഹദൂർ ശാസ്ത്രി റെയിൽവേ മന്ത്രിയായിരിക്കുന്ന കാലത്ത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ സർവേ നടത്താൻ വേണ്ടിയുള്ള അതിൻ്റെ ഭരണപരമായ ഉത്തരവിറങ്ങി ഇന്ന് നാളെ എന്ന് സ്വപ്നം കണ്ടിരിക്കുന്ന ഒരു വലിയ പുരോഗതി തടസ്സപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്ന് വളരെ വികാരത്തോടുകൂടി ആത്മസംഘർഷത്തോടുകൂടി നെട്ടൂർപ്പി പല ഘട്ടങ്ങളിലും പറയുന്നുണ്ട്. എനിക്ക് വളരെ വികാരനിർഭരമായി ഒന്ന് ഏറ്റവും കൂടുതൽ പറയുമ്പോൾ വളരെ വികാരനിർഭരമായി എഴുതിയ ഒരു ലേഖനം ആവടി ഭുവനേശ്വരം എറണാകുളം റോഡിൽ നിന്നാണ്. അത് വായിക്കാൻ പിടികിട്ടില്ല. പക്ഷെ അതിൻ്റെ ലേഖനത്തിലേക്ക് കൊടുക്കുമ്പോൾ ചരിത്രങ്ങൾ എത്രമാത്രം ആഴത്തിലൂടെ കുറച്ചും കൂടി കടന്നു ചിന്തിച്ചാൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമായ സഞ്ചാരങ്ങളുടെ ഗതിവിഗതികളെക്കുറിച്ച് വളരെ വൈകാരികമായും സുചിന്തിതമായും അദ്ദേഹം എഴുതുന്ന ആ ഭാഷയുണ്ടല്ലോ, ആ ഭാഷ ശരിക്കും പറഞ്ഞ ഒരു കഥ പോലെ വായിച്ചു പോകാൻ പറ്റും. സുരക്ഷിതമാകുന്ന ഒരു വണ്ടി, ആ വണ്ടി ഇങ്ങനെ പോകുന്നു വഴിമാറുന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ ശരിക്കും ഒരു രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ലേഖനം. 2 ലേഖനം അതുമായി ബന്ധപ്പെട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ കായത്ത് ദാമോദരൻ തലശ്ശേരി സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ദൃക്സാക്ഷിയാണ്. തലശ്ശേരി ലഹള എന്ന് നമ്മൾ വിശേഷിക്കപ്പെടുന്ന, ഒരിക്കലും നടക്കാൻ പാടില്ല എന്ന് നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ആ സംഭവങ്ങളുടെ ദൃക്സാക്ഷിയാണ്. വടകര ഭാഗത്ത് നിന്ന് വരുമ്പോൾ അദ്ദേഹം മാഹി കഴിഞ്ഞ് അങ്ങനെ എത്തുമ്പോഴാണ് ഈ അനിഷ്ടമായ സംഭവങ്ങളും അരാജകമായ സ്വഭാവമുള്ള അന്തരീക്ഷം കാണുന്നതും അതുവഴി മാറി വീട്ടിലെത്തുന്നതും. അങ്ങനെ ദൃക്സാക്ഷിയായിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഓർമ്മകളാണ് ഇതിൽ പങ്കുവെക്കുന്നത്. അതിന് ന്യായാന്യായങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് എല്ലാറ്റിനെക്കുറിച്ചും കൃത്യമായ അഭിപ്രായമുണ്ട്. തലശ്ശേരി സംഭവങ്ങൾ കാരണം ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവമാണ്. അങ്ങനെ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ശക്തികളൊന്നും ഉണ്ടായിരുന്നു അദ്ദേഹം പറയുന്നത്. കാരണം എന്താണ് പറയുക, സങ്കുചിതമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടൊരു സംഭവമായിട്ടാണ് നെട്ടൂർപ്പിയെ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ വളരെ ധീരമായി അഭിപ്രായങ്ങൾ പറയാം, വളച്ചുകെട്ടില്ലാതെ. അതാണ് ഏറ്റവും എനിക്ക് ആരാധ്യമായി തോന്നിയിരിക്കുന്നത്. ഏത് കാര്യത്തെക്കുറിച്ചും ധീരമായി അഭിപ്രായപ്പെടുക. അതാണല്ലോ ഒരു പത്രപ്രവർത്തകൻ്റെ ഏറ്റവും വലിയ മൂല്യങ്ങൾ. പല കാര്യങ്ങളും വെട്ടിത്തുറന്ന അഭിപ്രായം പറയുന്ന സ്വഭാവമുണ്ട്. ഇപ്പോൾ ആഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ സമരമാണ്. 1942 നടന്ന ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഗതിവിഗതികളും, അതുപോലെ തന്നെ 1940 നടന്ന ജവഹർഘട്ട് വെടിവെപ്പ്, ആ വെടിവെപ്പിനെ സംബന്ധിച്ച് ഒരുപാട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ നെട്ടൂർപ്പിയുടെ അഭിപ്രായം ഇപ്പോഴാണ് ആലോചിക്കുമ്പോൾ എത്രമാത്രം ശരിയായിരുന്നു. കാരണം കോൺഗ്രസ്സിനകത്തുള്ള 2 ധാരകൾ പ്രത്യക്ഷത്തിൽ കോൺഗ്രസ്സുകാരാണ്. പക്ഷേ അതിശക്തമായ അടിയൊഴുക്കും അതിശക്തമായ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്ന 30കളിലെ 40കളിലെ കോൺഗ്രസ് പാർട്ടി, ഒരു ഭാഗത്ത് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ റഷ്യയുടെ ഭരണത്തോടുകൂടി നെഹ്റു ഉൾപ്പെടെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പ്രബലമാകുകയും കോൺഗ്രസിനെ ആപാതചൂടം സ്വാധീനിക്കുകയും ചെയ്ത ഒരു ഘട്ടം. മറുഭാഗത്ത് മുതലാളിത്തം അതുപോലുള്ള ചിന്തകളും വെക്കുന്ന ഒരു കോൺഗ്രസിനകത്ത് നിൽക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലാണ് 1947 സെപ്റ്റംബർ 15 ജവഹർഘട്ട് ഉൾപ്പെടെയുള്ള പ്രതിഷേധ സമരങ്ങളും അത്യാഹിത സംഭവങ്ങളും. അതിനെ കേവലം ഒരു കാഴ്ചക്കാരനായി പറയല്ല ചെയ്യുന്നത്, കൃത്യമായൊരു നിലപാട് ആ സംഭവത്തിൽ. അപ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ, ഞാൻ എല്ലാ കാര്യങ്ങളിലേക്കും പോകുന്നില്ല, ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഉൾക്കാഴ്ച, എങ്ങനെയായിരുന്നു ഭാരതം കടന്നു വന്നത്, എങ്ങനെയായിരിക്കണമായിരുന്നു നമ്മുടെ ഭാരതം, ഇത്തരത്തിലുള്ള ചിന്തകളിലേക്ക് നമ്മുടെ പുതിയ തലമുറയെ പോലും കൊണ്ടെത്തിക്കാൻ സാധിക്കുന്ന അമൂല്യമായ ചിന്തകളുടെ സമാഹാരമാണ് നെട്ടൂരിൻ്റെ ചിന്ത ലേഖനങ്ങളെന്ന് ഞാൻ ഉറക്കെ പറയും. വളരെ ആത്മവിശ്വാസത്തോട് പറയാൻ പറ്റും കൃത്യമായി. അതുകൊണ്ട് തന്നെ ഒരുപാട് വായനാസുഖമുണ്ട്. അതാണ് നെട്ടൂർപ്പിയുടെ ഏറ്റവും വലിയൊരു ഒരു അനുഗ്രഹം, ഒരു സർഗാത്മകമായ ഒരു കഴിവ്. ആ സർഗാത്മകമായ കഴിവാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു കഴിവ്. അപ്പോൾ എഴുത്തിൻ്റെ ആ ഭാഷ, ആ ഭാഷയുടെ ആ ഒരു സ്വീകാര്യത, വായനാസുഖം എല്ലാം വളരെ, അദ്ദേഹത്തിൻ്റെ ആത്മകഥയായിക്കോട്ടെ എല്ലാ പുസ്തകവും അധികവും ഞാൻ വായിച്ച ഒരാളാണ്. എല്ലാം റീഡബിലിറ്റിയാണ്. അപ്പോൾ ജന്മസിദ്ധം അദ്ദേഹം ഒരുപാട് പടവുകളിൽ കടന്നു വന്ന് നമുക്കറിയാം. MP ആയിരുന്നു,
MP ആയപ്പോഴും തലശ്ശേരിക്ക് വേണ്ടി, കണ്ണൂരിന് വേണ്ടി ഏറ്റവും ഉറക്കെ ശബ്ദിച്ച ഒരാളാണ് ഡോക്ടർ പി ദാമോദരൻ. ഇടക്കാലത്ത് അദ്ദേഹം കോൺഗ്രസിൻ്റെ ധാരയിൽ നിന്ന് വിട്ടുപോകുന്നു, മസ്ദൂർ പ്രജാ പാർട്ടിയിലേക്ക് വരുന്നു. ഇങ്ങനെയൊക്കെ നടന്നു പോകുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു കൃത്യമായ നിലപാടതിന് കാരണം എന്തെങ്കിലും നേടാൻ വേണ്ടി കടിച്ചു തൂങ്ങുന്ന ഒരു സ്വഭാവം നെട്ടൂർപ്പിക്കില്ല എന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ടാണ് താൻ ചിന്തിക്കുന്ന വഴിയുടെ ധീരമായി ആരുടെയും ഒരു തരത്തിലുള്ള പിന്തുണയും ചിന്തിക്കാതെ മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ നിലക്ക് ഈ പുസ്തകം ഒരുപക്ഷെ എന്തുകൊണ്ടാണ് വൈകിപ്പോയതാണ് ആലോചിക്കുന്നത് ഞാൻ. ഇതൊക്കെ എത്രയോ മുമ്പേ വരേണ്ടതാണ്. നമ്മുടെ തലമുറകൾ ഈ അന്ധകാരത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് പോവുകയും രാഷ്ട്രീയമായ അരാജകത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ പഴയ തലമുറ, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ തലമുറ രാജ്യത്തെ എങ്ങനെയാണ് സ്വപ്നം കണ്ടിരുന്നത്, അവരെങ്ങനെയാണ് അഭിപ്രായങ്ങൾ ധീരമായി പ്രകടിപ്പിച്ചിരുന്നത് എന്നൊക്കെ എല്ലാം കണ്ടെത്താൻ സാധിക്കുന്ന വളരെ മനോഹരമായ ചിന്തോദ്ദീപകമായ ലേഖനങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇതിൻ്റെ ശില്പിയായിരിക്കുന്ന ശ്രീ പ്രദീപ് നെട്ടൂരിനെ ഞാൻ വളരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. ഒപ്പം തന്നെ ഇത് പ്രകാശിപ്പിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രസാധനം നടത്താൻ വേണ്ടി തയ്യാറായിരിക്കുന്ന നമ്മുടെ എല്ലാം വളരെ അഭ്യുദയകാംക്ഷിയായിരിക്കുന്ന സമയം പബ്ലിക്കേഷൻസ്, പ്രത്യേകിച്ച് പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ്, ബാലകൃഷ്ണൻ കൊയ്യാൽ സാർ, എല്ലാവർക്കും ഒരു നന്ദിയും അഭിനന്ദനവും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങിൽ എന്നെയും കൂടി ക്ഷണിച്ച സംഘാടകരോടുള്ള നന്ദിയും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. ആശംസ പ്രസംഗങ്ങളിലേക്ക് സുനിൽ കുമാർ, കേരളത്തിലെ പ്രഗത്ഭനായ ഫോട്ടോ ജേർണലിസ്റ്റ്, കണ്ണൂർ പ്രസ് ക്ലബിൻ്റെ പ്രസിഡൻറ്റ്, അതോടൊപ്പം പരിസ്ഥിതി വിഷയങ്ങൾ സ്വന്തം ഹൃദയത്തോട് ചേർത്ത് പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകൻ, പ്രിയ സുഹൃത്ത് സുനിലിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് കേട്ടൊരു പേരാണ് നെട്ടൂർ പിയുടെ. അദ്ദേഹം ഞാൻ മാതൃഭൂമിയിലാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ മുൻഗാമിയായിട്ട് മാതൃഭൂമിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് എന്നത് അദ്ദേഹത്തെ ഇങ്ങനെയൊരു പുസ്തകം അദ്ദേഹത്തിൻ്റെ മകൻ സമാഹരിച്ചു എന്നുള്ളത് വളരെ എനിക്ക് ഇതിൻ്റെ പേര് നെട്ടൂറിൻ്റെ സുചിന്തിത ലേഖനങ്ങൾ എന്ന പേര് നോട്ടീസ് ഇത് കണ്ടപ്പോൾ ഇദ്ദേഹം സുചിന്തിതമല്ലാതെ വേറെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം വന്നു ഇങ്ങനെയൊരു പേര് വന്നതുകൊണ്ട്. കാരണം അത്രത്തോളം എല്ലാ കാര്യങ്ങളെയും അപഗ്രഥിക്കുന്ന ഒരു മനുഷ്യൻ. കാരണം അദ്ദേഹത്തിൻ്റെ മദ്യനിരോധനത്തെക്കുറിച്ച് ഇതിലുള്ള ലേഖനം ഞാൻ നേരത്തെ വായിച്ചിട്ടുള്ളത്. കാരണം ഒരു മദ്യനിരോധന പ്രവർത്തകൻ എന്ന നിലയിലാണ് ഞാൻ അതിനെ വായിച്ചിട്ടുള്ളത്. കാരണം ഇത് പലതും വൈകാരികമായിട്ടും നമുക്ക് പല കാര്യങ്ങളെയും സമീപിക്കാം, വളരെ വ്യക്തതയോടുകൂടി അതിൻ്റെ കാര്യകാരണ സഹിതം ഇത്. കാരണം അദ്ദേഹം എഴുതുന്നത് എല്ലാം വളരെ സുചിന്തിതമാണ് എന്നുള്ളത് കൊണ്ട് ഇതിനങ്ങനെ ഒരു സുചിന്തിതം എന്ന് വേണ്ട, അദ്ദേഹത്തിൻ്റെ ഇന്ന് ഒരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം അദ്ദേഹം എല്ലാം സുചിന്തിതമായി എഴുതിയ ഒരാളാണ് എന്നതിൽ. പിന്നെ ഈ പലപ്പോഴും ഈ മഹാന്മാരായ അച്ഛന്മാരുണ്ടെങ്കിലും മക്കൾ പലപ്പോഴും അച്ഛന്മാരെയും അമ്മമാരെയും ഒന്നും ആ രീതിയിൽ കാണാറില്ല എന്നുള്ളൊരു പരിഭവം പല കാര്യത്തിലും ഉണ്ട്. ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ഗുരുനാഥൻ പ്രൊഫസർ ജോൺ സി ജേക്കബിൻ്റെ ഈ എഡിറ്റോറിയൽ ലേഖനങ്ങളൊക്കെ ഒരു പുസ്തകമാക്കണം എന്ന് കരുതിയിട്ട് കുറേ കാലമായി. കാരണം ചിലതിലൊക്കെ ആവർത്തിച്ചു, പക്ഷേ ഇതുവരെ അത് സംഭവിച്ചിട്ടില്ല. കാരണം അത് കാരണം ചില കാലത്തിൻ്റെ ഇതൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷേ ഈ പലപ്പോഴും മക്കൾ പല പരിപാടികളിലും ഓർമ്മകൾ അമ്മയെക്കുറിച്ചൊക്കെയുള്ള ഓർമ്മ ഉള്ള മീറ്റിങ്ങുകളിലൊക്കെ വന്നിട്ട് എൻ്റെ അച്ഛൻ അങ്ങനെയായിരുന്നോ അമ്മയായിരുന്നോ എന്ന് അവിടെ വെച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ സ്വന്തം അച്ഛനെക്കുറിച്ച് ഇത്രയും അഭിമാനം കൊള്ളുന്ന 2 മക്കൾ ഇവിടെ ഈ വേദിയിലുണ്ട് എന്നുള്ളത്, 4 ഇവിടെ ഉണ്ട് എന്നുള്ളതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. ഈ ഒരു മഹാനായ പത്രപ്രവർത്തകന്, മഹാനായ സാമൂഹ്യ പ്രവർത്തകൻ ഓർക്കാൻ, അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ പുതിയ ഇത് വായിക്കാൻ. കാരണം ശ്രീ പ്രദീപ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, കാരണം ഇതിൽ ശ്യാമപ്രസാദ് മുഖർജിയെക്കുറിച്ചൊരു ലേഖനം, ഇത് നമ്മൾ ഈ പലരും ഇപ്പം മഹാത്മജി ഇതാക്കാൻ വേണ്ടി പട്ടേലിനെ ഉയർത്തി കാണിക്കുക, മറ്റേ നെഹ്റുവിനെ എഴുത്താൻ വേണ്ടി ഇത് ഇങ്ങനെയൊക്കെ
ഈ പലപ്പോഴും നമ്മൾ ഈ കാലഘട്ടത്തിൽ കാണാറുണ്ട്. പക്ഷേ ഇവരെല്ലാം ഒരു രാഷ്ട്രീയ എതിർപ്പുകളെ ഇതാക്കുമ്പോഴും പലപ്പോഴും ഒന്നിച്ച് ഒരു രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരേ തരത്തിൽ പ്രവർത്തിച്ചവരാണ് എന്നുള്ള കാര്യം പലപ്പോഴും വിസ്മരിക്കാറുണ്ട്. ഇപ്പോൾ ശ്യാമപ്രസാദ് മുഖർജിയെ കുറിച്ച് ഇത് പറയുന്നവർ പലരും പല പ്രസംഗങ്ങളും കേട്ട് അതിന് ശ്യാമപ്രസാദ് ജിയെക്കുറിച്ച് പറയുന്നതിനേക്കാൾ അധികം നെഹ്റുവിനെ ഇകഴ്ത്താൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഈ നമ്മുടെ പഴയ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആ നേതൃത്വങ്ങൾ തമ്മിലുള്ള ആ നന്മ കാരണം ഇവരൊരു ഒരുമിച്ചിട്ടല്ല എന്നീ ലേഖനത്തിൽ പ്രത്യേകം പറയുന്നുണ്ടെങ്കിൽ പോലും ഇവരൊക്കെ ഈ ചിന്തകളൊക്കെ രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ആയിരുന്നു അവരുടെ പ്രവർത്തനം എന്നുള്ളതൊക്കെ ഓർക്കാൻ ഇന്നത്തെ രാഷ്ട്രീയക്കാർക്ക് ഈ പുസ്തകം വായിക്കുന്നത് കൊണ്ട് സാധിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയോടെ ഈ ഇങ്ങനെയൊരു പുസ്തകം ഇറക്കിയത് എൻ്റെ ഗുരുനാഥനാണ് ഈ ഇതിൻ്റെ പിറകിലുള്ളത്. സമയം കാരണം ഈ സമയത്ത് തന്നെ മാഷ് ഇങ്ങനെയൊരു പുസ്തകം കാരണം മാഷക്ക് വളരെയധികം പല ശാരീരിക ബുദ്ധിമുട്ടുകളും പലപ്പോഴും ഉണ്ടെങ്കിലും പോലും മാഷ് എവിടുന്നെങ്കിലും ഒരു ഊർജ്ജം ഏറ്റെടുത്തിട്ട് അങ്ങ് ഉയർന്നു വരല്ല. കാരണം ഇപ്പോൾ അങ്ങനെയുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥനാണ് പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ്. അദ്ദേഹം ഇതിൻ്റെ പ്രസാധകനായിട്ടുണ്ട്. ഇത് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും നമുക്ക് പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംസാരിക്കുന്നത് TKD മുഴപ്പിലങ്ങാടാണ്. TKDയും ഈ നെട്ടൂർ കുടുംബവുമായിട്ട് ഉള്ള ബന്ധം വളരെ പ്രസക്തമാണ്. നേരത്തെയുള്ള കൃതികൾ പുറത്തു കൊണ്ടുവരുന്നതിൽ TKDയുടെ വലിയ സംഭാവനയുണ്ട്. സ്നേഹാദരപൂർവ്വം TKD ക്ഷണിക്കുകയാണ്. ആദരണീയനായ അധ്യക്ഷൻ ശ്രീ മുഹമ്മദ് അഹമ്മദ് മാസ്റ്റർ, വേദിയിലുള്ള ശ്രീ മൂന്നൽ മഠത്തിൽ, ശ്രീ പ്രദീപൻ, ശ്രീ ബാലകൃഷ്ണൻ കൊയ്യ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, കണ്ണൂരിൽ വെച്ച് നെട്ടൂർപ്പിയുടെ ഈ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ അത് നെട്ടൂർപ്പിക്കുള്ള കണ്ണൂരിൻ്റെ ആദരവായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം കണ്ണൂർ ജില്ല രൂപീകരിച്ച് തലസ്ഥാനം തലശ്ശേരിയിലോ കണ്ണൂരിലോ എന്ന് തർക്കമുണ്ടായപ്പോൾ അന്നത്തെ MP എന്ന നിലയിൽ അത് കണ്ണൂരിലാവണം എന്ന് പറഞ്ഞതുകൊണ്ട് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന രാഷ്ട്രീയ നേതാവാണ് നെട്ടൂർ ദാമോദരൻ. തലശ്ശേരിയിൽ ആണ് വേണ്ടത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം തുടരുമായിരുന്നു എന്നാണ് അദ്ദേഹവും അദ്ദേഹത്തോട് അടുത്തു നിന്ന ആളുകളും കരുതിയിരുന്നത്. തലശ്ശേരിയിൽ നെട്ടൂർപ്പിയെ ആക്ഷേപിക്കുന്നതിന് അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ വിളിച്ചിരുന്ന ഒരു മുദ്രാവാക്യം തലസ്ഥാനം മുക്കി നെട്ടൂർപ്പി എന്നാണ്. ഞാൻ പറഞ്ഞു വരുന്നത് രാഷ്ട്രീയ ജീവിതത്തിൽ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ നന്മകളും കാര്യങ്ങളും മറന്നു കളയാവുന്ന ഒരു രീതിയിലേക്ക് കണ്ണൂർ തലസ്ഥാനമാവണം എന്ന് നെട്ടൂർപ്പി തീരുമാനിച്ചപ്പോൾ അതിൻ്റെ രാഷ്ട്രീയ ദുരന്ത ജീവിതമാണ് പിന്നീടുണ്ടായത്. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ അംഗം എന്നൊക്കെ നിലയിലുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യയിലെ ആദിവാസി സമൂഹത്തിൻ്റെ ജീവിതം എന്താണ് എന്ന് അന്വേഷിക്കുകയും അത് സംസ്ഥാനങ്ങളുടെയും കേന്ദ്രത്തിൻ്റെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും ചെയ്ത ആ രംഗത്ത് ആദിവാസി സമൂഹത്തിൻ്റെ പുരോഗതിക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തിയ ഇന്ത്യയിലെ തന്നെ പ്രത്യേകിച്ച്
രാഷ്ട്രീയ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിട്ടുള്ള നെട്ടൂർപ്പിയെ പോലെ മറ്റൊരാളില്ല. ആദിവാസികളുടെ കേരളം എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്. നമ്മൾ സംവരണത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ നെട്ടൂർ കമ്മീഷൻ എന്ന പേര് കേട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. സാമുദായിക സംവരണം എങ്ങനെയായിരിക്കണം എന്ന് നിശ്ചയിക്കുന്നതിന് സർക്കാർ നിയോഗിച്ച കമ്മീഷൻ്റെ ചെയർമാൻ എന്ന നിലയിലാണ് നെട്ടൂർ കമ്മീഷൻ എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ പിന്നീട് വിലയിരുത്തിയിട്ടുള്ളത്. എത്ര ശതമാനം സംവരണം ഏതേത് സമുദായങ്ങൾക്ക് വേണം എന്ന് തീരുമാനിക്കുന്നതിലാണ് ആ കമ്മീഷൻ ഏർപ്പെട്ടിരുന്നത്. രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത അദ്ദേഹം MP ആയി പാർലമെൻറ്റിലേക്ക് പോവുകയും പിന്നീട് അവിടെ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലാൽ ബഹദൂർ ശാസ്ത്രി അടക്കമുള്ള ദേശീയ നേതാക്കന്മാരുമായി ഏറ്റവും അടുത്ത ബന്ധം സ്ഥാപിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. തലശ്ശേരി മൈസൂർ റെയിൽവേ ഉണ്ടാവണം എന്ന് ആദ്യം ആഗ്രഹിച്ചതിൽ ഒരാൾ നെട്ടൂർ പി ദാമോദരനാണ്. ഈ ആവശ്യത്തിന് വേണ്ടി MP ആയിരിക്കുന്ന അവസരത്തിൽ അന്നത്തെ റെയിൽവേ മന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയെ തലശ്ശേരിയിൽ കൊണ്ടുവരികയും സ്വന്തം വീട്ടിൽ സൽക്കരിക്കുകയൊക്കെ ചെയ്തതാണ് നെട്ടൂർ പി ദാമോദരൻ. പക്ഷേ അരിയല്ലൂർ എന്ന സ്ഥലത്തുണ്ടായ റെയിൽവേ അപകടത്തെ തുടർന്ന് ലാൽ ബഹദൂർ ശാസ്ത്രി അതിന് ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് റെയിൽവേ മന്ത്രിസ്ഥാനം രാജിവെച്ചതോടുകൂടി തലശ്ശേരി മൈസൂർ റെയിൽവേ എന്നുള്ള പ്രതീക്ഷയും സങ്കല്പമൊക്കെ അവസാനിച്ചു പോവുകയാണ് ഉണ്ടായത്. പിന്നീട് അതേപ്പറ്റി നിരന്തരമായി പറയപ്പെട്ടെങ്കിലും ലാൽ ബഹദൂർ ശാസ്ത്രി എടുത്തതുപോലുള്ള ഒരു തീരുമാനമോ മുൻഗണനയോ ആരും നൽകിയില്ല എന്നതുകൊണ്ടാണ് തലശ്ശേരി മൈസൂർ റെയിൽവേ യാഥാർത്ഥ്യമാകാതിരുന്നത്. ഇന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം മൈസൂരിലേക്കും ബാംഗ്ലൂരിലേക്കും ചുരം വഴി പോകുന്ന ബസ്സുകളുടെ എണ്ണം എത്രയാണ് എന്നാണ്. ബാംഗ്ലൂരിലേക്ക് തീവണ്ടി ഉണ്ടെങ്കിലും അത് ഷൊർണൂർ വഴി ചുറ്റി വളഞ്ഞാണ് പോകുന്നത്. തലശ്ശേരി മൈസൂർ റെയിൽവേ എന്നത് യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ മൈസൂരിൻ്റെയും തലശ്ശേരിയുടെയും കാര്യങ്ങളിൽ വളരെയേറെ നേട്ടമുണ്ടാകുമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. തലശ്ശേരി തുറമുഖത്ത് കുടകിൽ നിന്നുള്ള സാധനങ്ങൾ എത്തിക്കുകയും അത് കപ്പലിൽ കയറ്റി അയക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് തലശ്ശേരി കുടക് റോഡുണ്ടായത്. റെയിൽവേ ഉണ്ടാകണമെന്ന ആവശ്യവും ഉയർന്നത് ആ അടിസ്ഥാനത്തിലാണ്. ഇന്നിപ്പോൾ തുറമുഖം എന്ന് പറയുന്നത് വെറും കാഴ്ച വസ്തുവായിട്ടാണ് പല സ്ഥലങ്ങളിലുള്ളത്. ഞാൻ പറഞ്ഞു വന്നത് മൈസൂർ തലശ്ശേരി റെയിൽവേ പോലെ നാട്ടിനാവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ഒരു രാഷ്ട്രീയ നേതാവാണ് നെട്ടൂർ പി എന്ന് നമ്മൾ ഇന്ന് പലപ്പോഴും ഓർമ്മിക്കാറില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ രംഗത്തുള്ള പ്രവർത്തനങ്ങൾ തലശ്ശേരിയിൽ സ്ഥിരതാമസമാക്കിയപ്പോൾ തലശ്ശേരിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ സാമൂഹിക സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിൽ അദ്ദേഹമുണ്ടായിരുന്നു. മോർക്കോത്ത് കുമാരൻ ജന്മശതാബ്ദി ആഘോഷത്തുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹം നിർവഹിച്ചിട്ടുള്ള കർമ്മങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മോർക്കോത്ത് കുമാരൻ്റെ ശിഷ്യൻ എന്ന നിലയിൽ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൻ മോർക്കോത്ത് കുഞ്ഞപ്പയുടെ ശിഷ്യനായി തലശ്ശേരി VEMBU സ്കൂളിൽ പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ തരത്തിൽ നമ്മുടെ നാടിനെയും നാട്ടിലെ കാര്യങ്ങളെയും താല്പര്യങ്ങളുമൊക്കെ ശ്രദ്ധിക്കുകയും അതിനാവശ്യമായ തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ള നെട്ടൂർ പിയുടെ ഏറ്റവും സുചിന്തിതമായ പുസ്തകമാണ് ഈ ലേഖനങ്ങളിലൂടെ നമുക്ക് വായിക്കാൻ കഴിയുക. അത് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വീക്ഷണം മാത്രമല്ല, അത്
ഈ നാടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എങ്ങനെയാണ് നടക്കേണ്ടത്, ഈ നാട്ടിലെ സാംസ്കാരിക പ്രശ്നങ്ങൾ എങ്ങനെയാണ് നടക്കേണ്ടത് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ അവസരത്തിൽ അധികമൊന്നും പറയാതെ ഞാൻ ഈ പുസ്തകം പുറത്തു കൊണ്ടുവരാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള പ്രദീപനും കുടുംബത്തിനും ഈ വായനക്കാരുടെ അല്ലെങ്കിൽ തലശ്ശേരിയുമായി ബന്ധപ്പെട്ട കണ്ണൂരുമായി ബന്ധപ്പെട്ട ആളുകളുടെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്തേ. സ്നേഹമുള്ളവരെ, നിങ്ങളൊക്കെ വിശപ്പ് സഹിക്കാനാവാതെ നന്നായി വിശന്നു എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ യോഗം വിജയിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് രണ്ട് വാക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞത്, ഒന്ന്, ഇവിടെ ഇരിക്കുന്ന ഡോക്ടർ ശശീന്ദ്രൻ ഡോക്ടർ ഇവിടെ ഇരിക്കുന്നുണ്ട്. മലയാളത്തിൻ്റെ സാഗരഗർജനം എന്ന് വിശേഷിപ്പിക്കാവുന്ന സുകുമാർ അഴീക്കോടിൻ്റെ തത്വസ്മസി എന്ന ഗ്രന്ഥത്തിന് വാസ്തവത്തിൽ അവതാരിക എന്ന നിലയിലല്ല, അതിൻ്റെ പഠനം എന്ന നിലയിൽ പുസ്തകം ഇറക്കുകയും എന്നിട്ട് തത്വമസി എന്ന് പറഞ്ഞാൽ ഞാനാണ് നീ എന്ന ആശയം പ്രചരിപ്പിക്കുകയും ചെയ്ത ഡോക്ടറെക്കുറിച്ച് സുകുമാർ അഴീക്കോട് പറഞ്ഞത്, അദ്ദേഹം എൻ്റെ പുസ്തകത്തിൻ്റെ ഡോക്ടറാണ് എന്നാണ്. ഡോക്ടർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എൻ്റെ പുസ്തകത്തെക്കുറിച്ച് പഠിക്കാനുള്ള സ്റ്റെതസ്കോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞത് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകൾ ഇവിടെയുണ്ട്. ഈ മകളെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് സുഗതകുമാരി ടീച്ചർ പറഞ്ഞതുപോലെ നല്ല മക്കളെ പെറ്റ വയറേ തണുക്കൂ എന്ന് പറഞ്ഞതുപോലെ ഇതാ ഒരു നല്ല മകൾ അവിടെ ഇരിക്കുന്നുണ്ട് എന്നതും സന്തോഷം നൽകുന്നു. പിന്നെ ഒരു കാര്യമുള്ളത്, ഇവിടെ പറയാൻ വിട്ടുപോയത്, ഞാൻ മോഹനൻ പൊന്നേടത്താണ്. അദ്ദേഹം ഇവിടെ ഇല്ല. നിങ്ങൾ അദ്ദേഹത്തോട് പറയണം, ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപക്ഷെ ഇത് വായുവിൽ ലയിച്ചു പോവില്ല. ഇത് എന്തായാലും ഈ പുതിയ കാലത്ത് വായുവിൽ ലയിക്കില്ല എന്ന് പഠിപ്പിച്ചതും നമുക്ക് ഈ പ്രദീപൻ നട്ടൂറാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, എൻ്റെ വാക്കുകൾ വായിൽ നിന്ന് പോവില്ല. ശ്രീനാരായണ ഗുരു പ്രസ്ഥാനത്തിൻ്റെ കണ്ണൂരിലെ ഇപ്പോഴത്തെ നക്ഷത്രത്തിളക്കമായ അദ്ദേഹം വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പൊന്നേടത്തല്ലേ, അപ്പം അദ്ദേഹത്തിൻ്റെ പൊന്ന് വലിച്ചെറിയുകയും അദ്ദേഹം ആൾക്കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുകയും ചെയ്യുന്ന സുധാരസുന്ദരമായ അതിമനോഹരമായ ചിത്രം കൂടി നിങ്ങളുടെ മുമ്പിൽ അയച്ചുകൊണ്ട് ഈ സമ്മേളനം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു വിശപ്പിനുള്ള ഒരു പായസം നൽകുന്നതിന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ മാറി നിൽക്കുന്നു. ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അതിലേറെ ബഹുമാന്യരെ, എൻ്റെ ഓർമ്മയിലിപ്പം വരുന്നത് 65 വർഷം മുമ്പ് വടകര സെയിൻറ്റ് ആൻ്റണീസ് ഗേൾസ് ഹൈസ്കൂളിലെ ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ ഞാൻ ചെയ്ത പ്രസംഗമാണ്. അതിൻ്റെ ഒരു ദിവസം മുൻപാണ് എൻ്റെ 1ാം ക്ലാസ്സിലെ സിസ്റ്റർ സെൽസ എന്നോട് പറഞ്ഞു, ഹീര മോള് ഒരു പ്രസംഗം തയ്യാറാക്കി വരണം. അപ്പം അച്ഛൻ വീട്ടിലുണ്ടായിരുന്നു. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ ഭയങ്കര സന്തോഷത്തോടെ, അത്ര സന്തോഷവാനായിട്ട് ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് കുറേ വാചകങ്ങൾ പറഞ്ഞു തന്നു. 1ാം ക്ലാസ്സിലുള്ള ഞാനത് എഴുതി വെച്ചു, അതേപടി പ്രസംഗിച്ചു. ഇപ്പോഴും എനിക്ക് ഒന്നാമത്തെ വാചകം ഓർമ്മയുണ്ട്. 1947 ഓഗസ്റ്റ് 15, അതെ, അന്നാണ് നമ്മുടെ ഭാരതാംബ സ്വാതന്ത്ര്യത്തിൻ്റെ വെന്നിക്കൊടി ഉയർത്തിപ്പാറിച്ചത്. ആ ഒരു നമുക്ക് മനസ്സിൽ വന്ന ആ ഒരു ആവേശവും അച്ഛൻ്റെ കണ്ണുകളിൽ ഞാൻ പ്രസംഗം കഴിഞ്ഞ് വന്നപ്പം കണ്ട ആ സന്തോഷവും, എത്രമാത്രം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം എൻ്റെ അച്ഛനെന്ന ആ മഹാമനുഷ്യനിൽ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു എന്നതിന് 1ാം ക്ലാസ് പഠിക്കുന്ന എനിക്കത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അധികം പറയുന്നില്ല. അച്ഛൻ്റെ ആ സൂക്ഷ്മ നിരീക്ഷണ പാഠവും ദീർഘദൃഷ്ടിയും വളരെ കഠിനമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചിന്തകളും വ്യക്തിത്വ വികാസ ചിന്തകളും ഇതൊക്കെ തന്നെ പ്രതിഫലിക്കാൻ ഒരൊറ്റ കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. 1952 മെയ് 15 ഇന്ത്യയിലെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെൻറ്റ് ജനസഭ നിലവിൽ വന്നത്. 1952 ജൂൺ 9 അച്ഛൻ്റെ ശബ്ദം പാർലമെൻറ്റിൽ പ്രതിഫലിച്ച് കേട്ടത്.
അപ്പോൾ അച്ഛൻ അതിൽ ഉയർത്തിയ ഒരു ഏറ്റവും വലിയ ശ്രദ്ധ ക്ഷണിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാണെങ്കിൽ നമ്മുടെ രാജ്യത്തിനെ ഒന്നിപ്പിക്കുവാനും ബന്ധിപ്പിക്കുവാനും ഏറ്റവും നല്ല ഉപാധി റെയിൽ കണക്ടിവിറ്റിയാണ്. നമുക്കൊന്നും അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല ഇപ്പോൾ. ഒരു റെയിൽ എന്ന് പറഞ്ഞാൽ ട്രെയിൻ വഴിയിലുള്ള സഞ്ചാരം നമുക്ക് ഇന്ത്യയുടെ എല്ലാ 4 ദിക്കുകളിലേക്കും നമുക്ക് സഞ്ചരിച്ച് ആ രാജ്യത്തിൻ്റെ പല ഇടങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഏറ്റവും നമ്മൾ ദേശീയ ഉദ്ഗ്രഥനത്തിനും ബന്ധിപ്പിക്കുന്നതിനും ഉന്നമനത്തിനും നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പം റെയിൽവേ വികസനത്തിലേക്ക് കാര്യമായിട്ട് ഫണ്ട് അനുവദിക്കണം എന്ന ഒരു അപേക്ഷയോട് കൂടിയാണ് അച്ഛൻ്റെ പ്രസംഗം പാർലമെൻറ്റിൽ അരങ്ങേറിയത്. പിന്നെ 1-2 കാര്യങ്ങൾ പറഞ്ഞത് കൊച്ചി കൊല്ലം റെയിൽവേ ലൈൻ അന്നത് സംഭവിച്ചിട്ടുണ്ടായിട്ടില്ല, പ്രവൃത്തി തുടങ്ങിയിരുന്നു. പക്ഷേ അതിനെ വേഗത്തിലാക്കാനുള്ള അച്ഛൻ്റെ ആ ഒരു ചോദ്യം അതിന് ഉപോത്ഫലകമായി. മറ്റൊന്ന് കൊച്ചി തിരുവനന്തപുരം റെയിൽപാതയെ കന്യാകുമാരി വരെ നീട്ടുക, പശ്ചിമ തീരത്തിൻ്റെ ഒരു വികസനമായിരുന്നു അച്ഛൻ്റെ കാഴ്ചപ്പാട് അതുവഴി ഉണ്ടായിരുന്നത്. മറ്റൊരു കാര്യം പറഞ്ഞത് ഇന്ത്യയുടെ റെയിൽവേ ഭൂപടം നോക്കിയാൽ പശ്ചിമ തീരത്ത് 2 പ്രധാന പട്ടണങ്ങൾ തമ്മിൽ ഒരു ശൂന്യത നിൽക്കുന്നുണ്ട്. അതേതായിരിക്കും? മംഗലാപുരത്തിനും ബോംബെക്കും ഇടയിൽ റെയിൽ കണക്ടിവിറ്റി ഇല്ല. അപ്പോൾ അവിടെയാണ് നമ്മളുടെ ഈ ശ്രീധരൻ്റെ മെട്രോ കൊങ്കൺ റെയിൽവേ വന്നിരിക്കുന്നത്. അപ്പം ആ സത്യം പറയുകയാണെങ്കിൽ നമ്മളുടെ ഭാരതത്തിൻ്റെ ആ ഒരു പുതിയ കാൽവെപ്പായ കൊങ്കൺ റെയിൽ പാതയുടെ നിർമ്മാണ പ്രക്രിയയിൽ ഏറ്റവും ആദ്യം ആവശ്യം ഉന്നയിച്ചത് 1ാമത്തെ പാർലമെൻറ്റിൽ അച്ഛനല്ലേ. അപ്പോൾ ഇങ്ങനെ ഇത്രയും ദീർഘദൃഷ്ടിയോടുകൂടിയും സൂക്ഷ്മ നിരീക്ഷണ പാടവത്തോടെയും സമഗ്രമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അച്ഛൻ ഉന്നയിക്കുന്ന ഓരോ കാര്യങ്ങളും പാർലമെൻറ്റിൽ സത്യം പറയുകയാണെങ്കിൽ പ്രതിഫലിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ അങ്ങനത്തെ സങ്കുചിത മനസ്ഥിതി ഇല്ല. മധ്യപ്രദേശിന് വേണ്ടിയിട്ട് പറയും, കാശ്മീരിന് വേണ്ടി പറയും. അങ്ങനെയാണ് ഒരു ദിവസം ജവഹർലാൽ നെഹ്റു പോലും ചോദിച്ചു, മിസ്റ്റർ ദാമോദരൻ, ആർ യു റെപ്രസെൻറ്റിങ് ടെലിച്ചറി ഓർ ദ ഹോൾ ഇന്ത്യ? അങ്ങനെ ഒരു പ്രധാനമന്ത്രിയെ കൊണ്ട് പറയിപ്പിക്കാൻ തക്ക മികവുള്ള ഒരു ഭരണകർത്താവായിരുന്നു എൻ്റെ അച്ഛൻ എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട്. പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ, ഇത്രയൊക്കെ സ്വന്തം നാടിന് വേണ്ടിയും തലശ്ശേരിക്ക് വേണ്ടിയൊക്കെ ചെയ്തിട്ട് ഒരിടവഴിക്ക് പോലും എൻ്റെ അച്ഛൻ്റെ പേരില്ല എന്നത് ഒരു ദുഃഖ സത്യമായിട്ട് അവശേഷിക്കുന്നു. ഇനിയെങ്കിലും ഇതൊക്കെ വായിച്ചിട്ട് എന്തെങ്കിലും ഒരു അച്ഛനെ ഓർമ്മിക്കാൻ, വരും തലമുറ ഓർമ്മിക്കാൻ, ഈ പുസ്തകങ്ങളിൽ കൂടിയും അതല്ലാതെയും ഓർമ്മിക്കാൻ എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ളൊരു പരിപാടി നമ്മളുടെ ഈ കേട്ടു നിൽക്കുന്ന ആൾക്കാരിൽ ആരിലെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ സംഭവമായിരിക്കും. അതിന് ഞങ്ങളേറെ മക്കൾ കടപ്പെട്ടിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ പുസ്തകത്തിലെ ലേഖനങ്ങൾ സമാഹരിക്കുകയും അത് ഒരു പുസ്തക രൂപത്തിലാക്കി തീർക്കുന്ന ഒരു വലിയ ദൗത്യം നിർവഹിക്കുകയും ചെയ്തത് നെട്ടൂർ പിയുടെ മകൻ ശ്രീ പ്രദീപ് നെട്ടൂറിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. ശ്രീ പ്രദീപ് നെട്ടൂറിനെ സ്നേഹപൂർവ്വം സംസാരിക്കാനായി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ് സാർ, വേദിയിലിരിക്കുന്ന മറ്റ് എൻ്റെ സഹോദരി അടക്കമുള്ള മറ്റ് എല്ലാ മാന്യ വ്യക്തികളും, സദസ്സിലിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും എൻ്റെ വളരെ വിനീതമായ നമസ്കാരം. നമ്മൾ സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു. ഞാനൊരു വലിയ ഒരു പ്രസംഗത്തിലേക്ക് എനിക്ക് നീങ്ങാൻ ഇപ്പോൾ പറ്റുകയില്ല. പക്ഷേ വളരെ ചുരുക്കം വാക്കുകളിൽ എനിക്കുള്ള സംതൃപ്തി ഞാൻ ഇവിടെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ, ഈ പുസ്തകം ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുവാനുള്ള എന്നിൽ അങ്കുരിച്ച ആ ആഗ്രഹം, അത് ഇന്നത്തെ ഇവിടെ സംസാരിച്ച പലരും വളരെ ചുരുങ്ങിയ നേരം കൊണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ച് അവർ ഈ പുസ്തകത്തെ വളരെ അധികം വിലമതിപ്പുള്ള ഒരു പുസ്തകമായി മനസ്സിലാക്കി ഇവിടെ പ്രതിപാദിച്ചു എന്നുള്ളത്, ഞാൻ ആ സംരംഭത്തിന് ഇറങ്ങിയത് വളരെ വളരെ ശരിയായ ഒരു തീരുമാനമായിരുന്നു. മാത്രമല്ല, ഈ പുസ്തകത്തിലുള്ള ലേഖനങ്ങൾ സുചിന്തിതം തന്നെയാണ്. അത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറഞ്ഞു, സുചിന്തിതമായ ലേഖനങ്ങൾ തന്നെയാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു.
മറ്റൊരു മാന്യദേഹം ചോദിച്ചു, സുചിന്തിതമല്ലേ അദ്ദേഹം എഴുതുന്നതെല്ലാം സുചിന്തിതമല്ലേ എന്നും ചോദിച്ചു. പക്ഷേ സുചിന്തിതം എന്നുള്ള വാക്ക് ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം അച്ഛൻ്റെ വാക്കുകൾ തന്നെയാണത്. അച്ഛൻ്റെ ഒരു ലേഖനത്തിൽ, മദ്യനിരോധനത്തിനെ കൊണ്ടുള്ള ലേഖനത്തിൽ അച്ഛൻ തന്നെ എഴുതിയത് പത്രങ്ങളിലൊക്കെ വളരെ സുചിന്തിതമായ ലേഖനങ്ങൾ എഴുതുന്ന സാമുവൽ അറോണിനെ പറ്റി പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ വാക്ക് സുചിന്തിതം എന്നുള്ള വാക്ക് അച്ഛൻ്റെ തന്നെ ഞാൻ കടമെടുത്തതാണ്. അപ്പോൾ അത് വളരെ ശരിയായിരുന്നു. അപ്പോൾ ഇന്ന് കേട്ട ഈ നല്ല വാക്കുകൾ എനിക്ക് വളരെയധികം സംതൃപ്തിയും സന്തോഷവും പ്രദാനം ചെയ്യുന്നു. ആ ഒരൊറ്റ സംതൃപ്തി മതി, ആ ഒറ്റ സന്തോഷം മതി നമ്മുടെ ഈ പുസ്തകം വിജയിക്കും. നമ്മുടെ എൻ്റെ കുടുംബത്തിന് മാത്രമല്ല, ഈ നാട്ടിനും നാട്ടുകാർക്കും പൊതുവെ വെറും ശ്രീ മുകുന്ദൻ മറത്തിൽ സാർ പറഞ്ഞതുപോലെ വെറും തലമുറകൾക്കും ഇത് ഒരു വലിയൊരു വഴികാട്ടി, ഒരു മാർഗദർശകമാവട്ടെ ഈ പുസ്തകം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇതിനെ സമാഹരിച്ചതും ഇപ്പോൾ പ്രസിദ്ധീകരിച്ചതും. അപ്പോൾ അതിൻ്റെ ശാശ്വതമായ ഒരു ഇനിയുള്ള കാലഘട്ടത്തിൽ ഇതൊരു മാർഗദർശനമായി ഇരിക്കട്ടെ. മറ്റുള്ള ബുക്കുകളെ പോലെ തന്നെ എല്ലാം സുചിന്തിതം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അച്ഛൻ്റെ ഓരോ വരികളും സുചിന്തിതമാണ്, വളരെയധികം ആലോചിച്ച് എഴുതുന്നതാണ് ഓരോ വരികളും. അപ്പോൾ അതാണ് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ അച്ഛൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കഴിയുന്നത്ര നിങ്ങൾക്കൊക്കെ വായിക്കാൻ പറ്റുകയും മറ്റുള്ളവരുടെ അറിവിലേക്ക് അത് എത്തിക്കുകയും അദ്ദേഹത്തിൻ്റെ ചിന്താധാരയിലേക്ക് അവരെ ആകർഷിക്കുകയും ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചുരുക്കം വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ഈ ചടങ്ങിന് സമാപന ഭാഗത്തേക്ക് കടക്കുകയാണ്. നന്ദി പറയുന്നത് സമയത്തിൻ്റെ വർക്കിംഗ് എഡിറ്റർ കൂടിയായിട്ടുള്ള ശ്രീ പ്രകാശ് വാടിക്കൽ. പ്രിയപ്പെട്ടവരെ, ഒരു ഔപചാരിക നന്ദി പ്രകടനത്തിന് ഞാൻ നിൽക്കുന്നില്ല. ഈ വൈകിയ സമയം അറിയാമല്ലോ. മാത്രമല്ല, നമ്മുടെ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള സ്വാഗതം പറഞ്ഞ ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ നന്ദിപൂർവമുള്ള വാക്കുകൾ കൊണ്ട് അതിഥികളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം പറഞ്ഞ് ഞാൻ നിർത്താം. ചുരുളുകൾ എന്ന നെട്ടൂർ പിയുടെ പുസ്തകവുമായി ഹീര മേഡമാണ് വർഷങ്ങൾക്ക് മുമ്പ് സമയത്തിൻ്റെ ഓഫീസിൽ പബ്ലിഷ് ചെയ്യാൻ വന്നത്. എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷമായി ആ പുസ്തകം. അതിനുശേഷം രണ്ടാമത് വേറെ പബ്ലിഷേഴ്സ് ചെയ്തിട്ടുണ്ട് 2007 എന്ന് പറഞ്ഞാൽ ഒരു 19 വർഷക്കാലം 19 വർഷം മുമ്പ് ഞാനായിരുന്നു അന്നേരം അതിൻ്റെ ഒരു പുസ്തകത്തിൽ മറ്റു കാര്യങ്ങൾ കോപ്പി എഡിറ്റിങ്ങൊക്കെ ചെയ്തിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ, ഇപ്പോൾ ഹീരമ്മയുടെയൊക്കെ പറഞ്ഞതുപോലെ ചരിത്രം വളരെ വിചിത്രമാണ്. ചിലർ ചരിത്രം ഉണ്ടാക്കും, ചിലർ ചരിത്രത്തെ കണ്ടുകൊണ്ടിരിക്കും, ചിലർ ചരിത്രം രേഖപ്പെടുത്തി വെക്കും. പക്ഷേ ചരിത്രം ഉണ്ടാക്കിയ പല ചരിത്രകാരന്മാരെയും അല്ലെങ്കിൽ ചരിത്ര ധീരരെയും നമുക്ക് രേഖപ്പെടുത്താൻ അവരുടെ കുടുംബം തന്നെ വേണ്ടി വരുന്നു എന്നുള്ളൊരു നിസ്സഹായത ഈ നെട്ടൂരിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷേ അത് നമുക്ക് തന്നെയുള്ളൊരു കുറ്റബോധം ഉണ്ടാവേണ്ട ഒരു കേസാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ചടങ്ങിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് തിരക്ക് പിടിച്ച സമയം ഇല്ലാത്തപ്പോൾ തന്നെ തിരക്ക് പിടിച്ച് നമുക്കൊരു സമയം അനുവദിക്കുകയും ഈ ചടങ്ങിന് വരികയും ചെയ്ത ബഹുമാനപ്പെട്ട മന്ത്രി, അദ്ദേഹത്തിനുള്ള നന്ദി, ഞങ്ങളുടെ ഔദ്യോഗിക നന്ദി, ഔപചാരിക നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഏറ്റുവാങ്ങിയ സുരേഷ് ബാബു ഇളയാപൂർ, അദ്ദേഹം നമ്മുടെ ഒരു കുടുംബാംഗം പോലെയാണ്. പിന്നെ ഇവിടെ വാക്കുകൾ കൊണ്ട് നമ്മളെ വിരുന്നൊരുക്കിയ മുകുന്ദൻ സാർ, TKD സാർ, സുനിൽ, പിന്നെ നമുക്ക് കുടുംബം പോലെ വർത്തമാനം പറഞ്ഞ് നമ്മളെ അച്ഛനെ ഓർമ്മിപ്പിച്ച് നമുക്ക് ഒരു ചിത്രം തന്ന ഹീര മേഡം, പ്രദീപ് സാർ, എല്ലാത്തിനും ഉപരി ഈ ഇങ്ങനെ ഒരു നേരം ഇതോടൊപ്പം ഇത്ര നേരം നമ്മുടെ ഈ പരിപാടികളോട് സഹകരിച്ച മുഴുവൻ ആളുകളും അവരൊക്കെ VIPs ആണ്. ഇപ്പോൾ സമയവുമായി ബന്ധമുള്ള പല തരത്തിലുള്ള നമ്മളൊരു സ്നേഹം കൊണ്ട് വിളിപ്പുറത്തൊക്കെ വന്നവരാണ്. പലരും ഉണ്ട്, പലരുടെയും പേരുകൾ പറയുന്ന ശശീന്ദ്രൻ ഡോക്ടർ ഉൾപ്പെടെയുള്ള MB ശശി സാർ ഉൾപ്പെടെയുള്ള ആളുകൾ. അതിനെല്ലാം ഉപരി ഈ ഹാള് മുഴുവൻ എൻഗേജ്ഡ് ആയിട്ടും നമുക്കിങ്ങനെ ഒരു അവസരം ഇവിടെ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഈ പരിപാടിക്ക് വേണ്ടി സൗകര്യപ്പെടുത്തി തന്ന രത്നകുമാർ സാർ, ജവഹർ ലൈബ്രറിയുടെ ഭാരവാഹികൾ, അതിൻ്റെ സംഘാടകർ,
എല്ലാത്തിലും എല്ലാവരോടും സ്നേഹത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും ഭാഷയിൽ നന്ദി പറഞ്ഞു. സ്നേഹം, നന്ദി. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ, അതുപോലെ മുൻകൂട്ടിയുള്ള ഓണാശംസകൾ. ഈ ചടങ്ങുകൾ ഇവിടെ പൂർണ്ണമായതായിട്ട് അറിയിക്കുന്നു.